നമസ്കാരം, ലക്ഷ്യയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നമ്മൾ പഠിച്ച സിലബസിൽ നിന്ന് പല ചാപ്റ്ററിൽ നിന്നും ചില ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് ആ ചാപ്റ്ററിന്റെ റിലേറ്റഡ് ഫാക്ടൊക്കെ കൂടെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു ക്ലാസ് ആണ്. നമുക്കറിയാം, സംഖ്യകൾ മുതൽ പ്രോഗ്രഷൻ വരെ നൽകിയിരിക്കുന്ന അരിത്തമെറ്റിക്സിലെയും അതോടൊപ്പം തന്നെ 13 ടോപ്പിക്കുകളായി ക്ലോക്ക്, കലണ്ടർ, ഡയറക്ഷൻ ഉൾപ്പെടെ വരുന്ന മെന്റൽ എബിലിറ്റി പാർട്ടും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അത് വളരെ സീരിയസ് ആയി, ആത്മാർത്ഥമായി, കൃത്യമായി പഠിച്ച ആൾക്കാർക്ക് തീർച്ചയായും നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഒരു റിവിഷൻ അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് എക്സ്പ്ലനേഷൻ ആണ് ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ വെയ് 50 കിലോഗ്രാം while half fill bucket weigh 30 കിലോഗ്രാം. ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് empty bucket. ഒരു ബക്കറ്റ് മുഴുവൻ വെള്ളമുണ്ട്. ആ ബക്കറ്റ് മുഴുവൻ വെള്ളമുള്ളപ്പോൾ അതിന് 50 കിലോ വെയിറ്റ് ഉണ്ട്. എന്നാൽ ആ ബക്കറ്റിലോ പകുതി വെള്ളമുള്ളപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 30 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് empty ബക്കറ്റ്. ആ ഒഴിഞ്ഞ ബക്കറ്റിന്റെ മാത്രം വെയിറ്റ് എത്ര എന്നതാണ് ചോദ്യം. നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫുൾ ബക്കറ്റ് ഉണ്ട്, ബക്കറ്റ് ഫുൾ ഉണ്ട് വെള്ളം. ഫുൾ വാട്ടർ പ്ലസ് ബക്കറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. എന്താണ്? ഫുള്ള് വാട്ടർ ഉണ്ട്, അതോടൊപ്പം തന്നെ ബക്കറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. എന്നാൽ ഹാഫ് വാട്ടർ ആണ്, ബക്കറ്റിന്റെ പകുതി മാത്രം വെള്ളവും ബക്കറ്റിന്റെ വെയിറ്റ് അവിടെ കോമൺ ആണ്. അപ്പോൾ എത്രയുണ്ട്? 30. ഉറപ്പല്ലേ? അപ്പോൾ ഫുള്ള് വാട്ടറും ബക്കറ്റിന്റെ വെയിറ്റും കൂടെ ചേരുമ്പോൾ 50 കിലോ ഉണ്ട് ആണേ. എന്നാൽ അതിൻ്റെ പകുതി വെള്ളം, അതായത് നേരത്തെ എത്ര വെള്ളം ഉണ്ടായിരുന്നോ അതിൻ്റെ പകുതി വെള്ളവും ബക്കറ്റിൻ്റെ വെയിറ്റും കൂടെ ചേരുമ്പോഴെന്താണ്? 30. ഇതിൽ രണ്ടിലും കോമൺ ആയി ബക്കറ്റ് ഉണ്ട്, ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ബക്കറ്റും ക്യാൻസലായി. ഫുൾ വാട്ടർ മൈനസ് ഹാഫ് വാട്ടർ, മുഴുവൻ വെള്ളം പകുതി വെള്ളം. അപ്പോൾ ബാക്കി എന്ത് കിട്ടും? ഹാഫ് വാട്ടർ. പകുതി വെള്ളത്തിൻ്റെ വെയിറ്റ് 50 മൈനസ് 30 20 കിലോഗ്രാം. അതായത് ആ ബക്കറ്റിലുള്ള വെള്ളം, പകുതി വെള്ളത്തിൻ്റെ വെയിറ്റ് 20 കിലോഗ്രാം ആണ്. ഇതാ ഇവിടെ നോക്കിയേ, രണ്ടാമത് നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഹാഫ് വാട്ടർ പ്ലസ് ബക്കറ്റ് ഈക്വൽ ടു 30. ഹാഫ് വാട്ടർ, പകുതി വാട്ടറും ബക്കറ്റിന്റെ വെയിറ്റും കൂടെ ചേർത്താൽ 30. ഇവിടെ പകുതി വാട്ടറിന്റെ വെയിറ്റ് എത്ര? 20. അപ്പോൾ 20നോട് ഏത് നമ്പർ കൂട്ടിയാൽ ആ 30 കിട്ടുക? 10. സോ വെയിറ്റ് ഓഫ് ദ ബക്കറ്റ് അല്ലെങ്കിൽ ബക്കറ്റിന്റെ ഭാരം എത്ര എന്ന് ചോദിച്ചാൽ എന്തെന്ന് നമുക്ക് എടുക്കാം? 10 കിലോ. മറ്റൊരു തരത്തിൽ ഹാഫ് വാട്ടർ 20 ആണെങ്കിൽ ഫുൾ വാട്ടർ എത്ര ഉണ്ടായിരുന്നു? ബക്കറ്റിലുള്ള വെള്ളത്തിന്റെ ഭാരം എന്ത്? ഹാഫ് വാട്ടർ 20 ആണ്. അപ്പോൾ ഫുൾ വാട്ടർ എത്ര കിട്ടും? 40 കിലോ ഉണ്ട്. ഓക്കെ, അപ്പം 40 വെള്ളം, ബാക്കി 10 ബക്കറ്റിന്റെ വെയിറ്റ്. അപ്പോഴും തന്നെയല്ലേ 50 ആവുക. അപ്പൊ ബക്കറ്റിന്റെ വെയിറ്റ് എങ്ങനെ എടുത്താലും ഇവിടെ എത്രയാണ്? 10 കിലോഗ്രാം ആണ്. ഒരിക്കൽ കൂടെ നോക്കൂ. ഒരു ബക്കറ്റിൽ മുഴുവൻ വെള്ളമുണ്ട്. വെള്ളമുള്ളപ്പോൾ ബക്കറ്റിന്റെ വെയിറ്റ് 50 കിലോഗ്രാം. അതായത് ബക്കറ്റിന്റെ വെയിറ്റ് പ്ലസ് വെള്ളത്തിന്റെ വെയിറ്റ് 50 കിലോഗ്രാം ആണ്. എന്നാൽ ആ ബക്കറ്റിൽ പകുതി മാത്രമാണ് വെള്ളമുള്ളത്. അപ്പോഴും ബക്കറ്റിന്റെ വെയിറ്റും ആ പകുതി വെള്ളവും കൂടെ ചേർത്താൽ 30 കിലോഗ്രാം. അപ്പോൾ രണ്ടിലും പൊതുവായി ബക്കറ്റ് ഉണ്ട്. നമ്മളിത് മൈനസ് ചെയ്താൽ ബക്കറ്റിന്റെ വെയിറ്റ് കോമൺ ആണ്, അത് ക്യാൻസൽ ആയിപ്പോയി. ഫുൾ വാട്ടറിൽ നിന്ന് ഹാഫ് വാട്ടർ മൈനസ് ചെയ്യുമ്പോൾ ഹാഫ് വാട്ടർ 50 മൈനസ് 30 20. അപ്പോൾ പകുതി വെള്ളം 20 കിലോഗ്രാം ആണ്. ആ ബക്കറ്റിന്റെ പകുതി വെള്ളം എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആണ്. പകുതി വെള്ളം 20 കിലോഗ്രാം ആണെങ്കിൽ ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 പ്ലസ് ബക്കറ്റിന്റെ വെയിറ്റ് 30 അല്ലേ? അപ്പൊ എന്താ ബക്കറ്റിന്റെ വെയിറ്റ്? 30 മൈനസ് 20, ആൻസർ 10 കിലോഗ്രാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. A number when multiplied by 21 is increased by 420. Find the number. A number when multiplied by 21 is increased by 420. ഒരു നമ്പറിനെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ, ഗുണിച്ചപ്പോൾ നമ്പർ എന്ത് ചെയ്തു? ഇപ്പോൾ ഉള്ളതിനേക്കാൾ 420 കൂടെ കൂടി. എങ്കിൽ ആ നമ്പർ ഏതാണ്? കൃത്യമല്ലേ? ഒരു നമ്പറിനെ നമ്മൾ 21 കൊണ്ട് ഗുണിച്ചു. നമ്പറിനെ 21 കൊണ്ട് ഗുണിച്ചപ്പോൾ നമ്പറിൽ എന്ത് സംഭവിച്ചു? 420 കൂടി. എങ്കിൽ ആ നമ്പർ ഏത്? ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു, ഇൻക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ കൂടിയത്, ഇവിടെ എത്രയാ കൂടിയത്? 420. ഓക്കെ, എത്ര കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ? 21 കൊണ്ട്. ഓക്കെ അല്ലേ? അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ എടുക്കുക. 21ന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ എത്ര? 20. സോ 0 ക്യാൻസൽ ആയിപ്പോയി. 42/2 ഉത്തരം 21. അപ്പോൾ ആ സംഖ്യ ഏതായിരുന്നു? 21
1 എ നമ്പർ വെൻ മൾട്ടിപ്ലൈഡ് ബൈ 21 ഈസ് ഇൻക്രീസ് ബൈ 420. ഒരു സംഖ്യയെ 21 കൊണ്ട് ഗുണിച്ചപ്പോൾ അത് എന്ത് ചെയ്തു 420 കൂടി, അതായത് ആ നമ്പറിനോട് ഒരു 420 കൂടി. അപ്പം നമ്മൾ ആ സംഖ്യ എന്ന് കാണാൻ, ഏത് സംഖ്യയാണ് 21 കൊണ്ട് ഗുണിച്ചതെന്ന് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്, എത്രയാണോ കൂടുന്നത് ഇൻക്രീസ്ഡ് ബൈ ഇവിടെ 420, അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ അതിൽ നിന്ന് 1 കുറച്ച ശേഷം ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് ഇത് എഴുതാതെ ചെയ്യാവുന്ന, സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെത്തേഡ്. ഉറപ്പല്ലേ? 420 ഡിവൈഡഡ് ബൈ 20, നമ്പർ എത്ര? 21. ഇനി നമുക്കത് എക്സ് ഉപയോഗിച്ചാണ് ചെയ്യുകയാണെങ്കിലോ, നമുക്ക് ആ നമ്പർ എക്സ് ആണെന്നിരിക്കട്ടെ, നമ്പർ എക്സ് ആണെന്നിരിക്കട്ടെ, ഓക്കെ അല്ലേ? ആ നമ്പറിനെ 21 കൊണ്ട് ഗുണിക്കുന്നു. ഒരു നമ്പറിനെ 21 കൊണ്ട് ഗുണിച്ചാൽ, എക്സിനെ 21 കൊണ്ട് ഗുണിച്ചാൽ 21 എക്സ് അല്ലേ? ആ 21 എക്സ് ആകുമ്പോൾ 21 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്പർ എക്സ് എത്രയോട് കൂടും? 420. അതായത് നമ്പർ എക്സ് ആണ്, നമ്പറിനെ 21 കൊണ്ട് ഗുണിക്കുമ്പോൾ 21 എക്സ് ആവും. 21 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്പറിനോട് 420 കൂടും അല്ലേ? അപ്പം നോക്കി, ഈ എക്സ് സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോഴോ 21 എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 420. അതായത് 21 എക്സ് മൈനസ് എക്സ് എത്ര കിട്ടും? 20 എക്സ് ഈക്വൽ ടു 420. ദെൻ എക്സ് ഈക്വൽ ടു 420 ബൈ 20, ആൻസർ 21. ഇതാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്. നമ്മൾ എക്സ് ഉപയോഗിച്ച് സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കും പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതി ചെയ്യുന്ന മെത്തേഡ്. ഇത് ചെയ്യാൻ എളുപ്പമാണ്, രണ്ടും ഒന്നാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഇത്രയും എഴുതുന്നതിനുള്ള സമയം നമുക്ക് നഷ്ടമാവും. പകരം എന്താ പഠിച്ചു വെച്ചേക്കുക? ഒരു നമ്പറിനെ ഒരു നമ്പർ മറ്റൊരു നമ്പർ കൊണ്ട് ഗുണിച്ചപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇത്ര കൂടി എങ്കിൽ ഏത് നമ്പറിനെയാ ഗുണിച്ചത്? നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണോ കൂടുന്നത് അതെടുത്തു 420. ഏത് നമ്പറാണോ കൊണ്ട് ഗുണിച്ചത്, അല്ലെങ്കിൽ എത്ര കൊണ്ടാണോ ഗുണിച്ചത്, 21 കൊണ്ട് ഗുണിച്ചു, അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ എന്ത് ചെയ്തു? അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. 21, ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ 20. സോ ഹിയർ ദ ആൻസർ ഈസ് 21. 21 ഇവിടുത്തെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് 307th ടേം ഓഫ് ദ സീക്വൻസ്. ഇവിടെ 307ാമത്തെ പദം കാണുക ഈ സീക്വൻസിൽ. അപ്പോൾ ഒരു സീക്വൻസ് തന്നൊക്കെയാണ്, ആ സീക്വൻസിലെ 307ാമത്തെ പദമാണ് കാണേണ്ടത്. ഇവിടുത്തെ സീക്വൻസ് കണ്ടായിരുന്നു 1,2,5,8. അടുത്ത് വീണ്ടും 1,2,5,8. അതായത് 4 ടേം ഇവിടെ ഒരു സെറ്റാണ്, ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഒരു നമ്പറല്ല, 1, 2, 5, 8, വീണ്ടും 1, 2, 5, 8. ഈ പ്രോസസ്സാണ് മുന്നോട്ട് പോവുക അല്ലേ? എന്നിട്ട് ചോദിക്കുക ഇതിൻ്റെ 307ാമത്തെ പദം എന്ത്? 1-ാം പദം 1 ആണ്, 2-ാം പദം 2 ആണ്, 3-ാം പദം 5 ആണ്, 4-ാം പദം 8 ആണ്, 5-ാം പദം 1 ആണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം നോക്കുക, ഇതിന് ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. ഇത്രയും സെറ്റോ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് അവിടെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? 4 നമ്പറുകളാണ് ഒരു സെറ്റ്. എന്നാൽ 307ാമത്തെ നമ്പർ കാണാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് 307നെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 307നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ഇങ്ങനെ വരൂ, 4 പദം, അടുത്ത 4 പദം. അപ്പോൾ 30ൽ എത്ര 4 ഉണ്ട്? 7 പ്രാവശ്യം. 7 4 28, ശിഷ്ടം 2, 7 താഴേക്ക് വന്നു. 27ൽ എത്ര 4 ഉണ്ട്? 6, 6 4 24, ശിഷ്ടം എത്ര? 3. എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് എന്താണ് സംഭവിക്കുക? 4ൻ്റെ ഗുണിതങ്ങൾ കഴിഞ്ഞ ശേഷം ഒരു 3 ടേം കൂടെ ഉണ്ടാവും. ശരിയല്ലേ? 307ാമത്തെ പദം വരണമെങ്കിൽ 4ൻ്റെ സെറ്റുകൾ അവസാനിക്കും. 4ൻ്റെ 76 സെറ്റും ആദ്യത്തെ 3 പദങ്ങൾ. ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയാ? ഇത് 1, 2, 5. സോ ഇവിടെ 307ാമത്തെ പദമായി ആരാ വരേണ്ടത്? 5 ആണ് വരേണ്ടത്. 307ാമത്തെ പദം ഏതാണ്? 5. അതെങ്ങനെയെന്ന് മനസ്സിലായല്ലോ? നോക്കൂ, ഇതൊരു 4ൻ്റെ ഒരു സെറ്റാണ്, ഇത് 4ൻ്റെ രണ്ടാമത്തെ സെറ്റാണ്, ഇത് 3-ാമത്തെ സെറ്റാണ്. അപ്പോൾ തന്നെ 12 ആയി. 12, 16, 20 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി 76 സെറ്റുകൾ വരും. 76 × 4 ആകുമ്പോൾ 304 ആവും. ഇത് 305-ാം പദം, 306-ാം പദം, 307-ാം പദം. അതെവിടെ നിന്ന് മനസ്സിലാവും? എത്ര റിമൈൻഡർ ഉണ്ടോ അത്. ഓക്കെ, തുടക്കം മുതൽ എത്രാമത്തെ പദമാണ്? 3 റിമൈൻഡറാണ്. സോ ദ തേർഡ് ടേം ആണ് 307ാമത്തെ ടേം. ഈ സെറ്റിലെ ഏതാണ് തേർഡ് ടേം? 5. മനസ്സിലായി?
ക്ലിയർ ആണ്. ഇവിടെ 307 പകരം മറ്റൊരു നമ്പർ തരാണെങ്കിൽ ഇതേപോലെ ഡിവൈഡ് ചെയ്യുക 4 കൊണ്ട്. എത്രയാണോ ശിഷ്ടം കിട്ടുക, ശിഷ്ടം എപ്പോഴും 4നേക്കാൾ ചെറുതായിരിക്കും. 1 ശിഷ്ടം കിട്ടിയാൽ ഒന്നാമത്തെ പദം, 2 ശിഷ്ടം കിട്ടിയാൽ രണ്ടാമത്തെ പദം, 3 ശിഷ്ടം കിട്ടിയാൽ മൂന്നാമത്തെ പദം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ എന്താണ് 307ാമത്തെ ടേം? അത് 5 ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 50 ടേംസ് ഇൻ ദ സീരീസ്. Find the sum of first 50 terms in the series. ഈ സീരീസിലെ ആദ്യത്തെ 50 പദങ്ങളുടെ തുക എന്ത്? ഓക്കെ അല്ലേ? സാധാരണ ഇത് 50ന് പകരം 51 എന്നൊക്കെയാണ് തരിക. 51 എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റും, 50ഉം ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. 51 പൊതുവെ കാണുന്ന ചോദ്യം. ഇവിടെ ഞാൻ കുറച്ചുകൂടെ ഡാറ്റ 50 എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 50 ടേംസ് ഇൻ ദി സീരീസ്. സീരീസ് കണ്ടായിരുന്നു 3 + 2 - 5. അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു 3 + 2 - 5. അപ്പോൾ ഇവിടുത്തെ 3 ടേമുകളാണ് ഒരു സെറ്റ്. നേരത്തെ 4 ആണെങ്കിൽ ഇവിടുത്തെ 3 ടേമുകളാണ് എന്ത് ചെയ്യുന്നത്? ഒരു സെറ്റ്. ആദ്യത്തെ സെറ്റ് നോക്കിയേ, 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5, 5 - 5 0. രണ്ടാമത്തത് 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5, 5 - 5 0. അപ്പോൾ ഓരോ 3 ടേമിൻ്റെ സെറ്റും 0ആണ്. നമുക്കറിയാം 0 വന്നാൽ ഏത് നമ്പറിനെ 0 കൊണ്ട് ഗുണിച്ചാലും 0 മാറും. 0 വന്നാൽ നമ്പറുകളോട് 0 പ്ലസ് ചെയ്താൽ എന്ത് തന്നെയാണ്? ആ നമ്പർ തന്നെ കിട്ടും. എന്നാൽ 0കൾ പരസ്പരം പ്ലസ് ചെയ്താലോ 0 തന്നെയാണ്. അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞു സാധാരണ 51 തരിക. കാരണം എന്താണ്? 3 ആണെങ്കിൽ 3ന്റെ ഒരു ഗുണിതമാണ് തരുന്നത്. ഇവിടെ 50 പറയുന്നു. അതിനാൽ നിങ്ങളിത് 3ന്റെ സെറ്റാണോ എന്നൊന്ന് നോക്കിയേ. 50 ഡിവൈഡഡ് ബൈ 3. 50ൽ എത്ര 3ന്റെ സെറ്റ് ഉണ്ട്? 5-1 പ്രാവശ്യം 3 പോയാൽ ശിഷ്ടം 2, 20. 20ൽ 6 പ്രാവശ്യം 18, ശിഷ്ടം 2. എന്ന് പറഞ്ഞാൽ 3ന്റെ 16 സെറ്റുകളും 2 നമ്പറും വെച്ചു. 3ന്റെ 16 സെറ്റുകളും 2 നമ്പറും വെച്ചു. ആദ്യ സെറ്റിന്റെ തുക 0, രണ്ടാം സെറ്റിന്റെ തുക 0, മൂന്നാം സെറ്റിന്റെ തുക 0, 16 സെറ്റുകളുടെ തുകയും 0 ആണ്. അപ്പോൾ 16 സെറ്റുകളുടെ തുക 0 ആവുമ്പോൾ സം എത്ര തന്നെയാണ്? 0 ആണ്. എന്നാൽ മിച്ചം 2 ഉണ്ടല്ലോ. അപ്പോൾ 16 സെറ്റുകളാവുമ്പോൾ 48 ആവും. 49ാമത്തെ സംഖ്യയായി 3ഉം 50ാമത്തെ സംഖ്യയായി 2ഉം വരും. സോ ആൻസർ 3 + 2, ഉത്തരം 5. അപ്പോൾ നോക്കൂ, ഇതിലെ ആദ്യത്തെ 51 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ 51നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 17, ശിഷ്ടം 0 എന്ന് പറഞ്ഞാൽ ഓരോ സെറ്റിന്റെ തുകയും 0ആണ്. ഓരോ സെറ്റിന്റെ തുകയും 0 ആകുമ്പോൾ 17 പൂജ്യങ്ങൾ കൂടെ പ്ലസ് ചെയ്താൽ 0 തന്നെയാണ്. എന്നാൽ ഇവിടെ 51 തന്നില്ല, പകരം എന്ത് തന്നു? കുറച്ചുകൂടെ നന്നായി 50 തന്നു. അപ്പൊ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ശിഷ്ടം എത്ര കിട്ടി? 2. അതിനർത്ഥം 16 സെറ്റുകളും ഇതേപോലെ ആവർത്തിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 48 പദങ്ങൾ വരും. അങ്ങനെയാണല്ലോ. ഇനി അടുത്ത ഏതാണ്? 49ാമത്തെ പദമായി വരിക? അത് 3 ആണ്. 50ാം പദമായി ആരാ വരിക? 2 ആണ്. അവിടെ -5 വരണമെങ്കിൽ 51ാം പദം വേണം. 51ാം പദമായി -5 വരാത്തിടത്തോളം അവസാന സെറ്റിന്റെ സം 3 + 2 5 ആണ്. എല്ലാ പൂജ്യങ്ങളോടും ഈ 5 കൂട്ടുമ്പോൾ ഉത്തരം എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. വ്യക്തമല്ലേ? അപ്പൊ നോക്കൂ, ഈ സീരീസിന്റെ 50 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ 5 ആണ്. 51 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാലോ, ഇവിടെ നോക്കൂ, 51നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു പ്രാവശ്യം 3, 2, 21, 7, ശിഷ്ടം 0. ശിഷ്ടം ഇല്ല. അപ്പോൾ ഓരോ സെറ്റിന്റെ തുക 0 ആണെങ്കിൽ 51 പദങ്ങളുടെ തുക ആര് തന്നെ? 0 തന്നെയാണ്. ക്ലിയർ ആണേ? ക്ലിയർ ആണേ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 8 4-ൽ 1 പ്ലസ് 7 2-ൽ 1 മൈനസ് 3 8-ൽ 3. ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇത് പ്ലസും മൈനസും ചെയ്യാനാണ് തന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഇംപ്രോപ്പർ ആക്കി അല്ല ചെയ്യുന്നത്. നമുക്കറിയാം, ആദ്യം ഇതിലെ സംഖ്യകൾ അങ്ങ് കൂട്ടും. ഇവിടുത്തെ നമ്പർ 8 ആണ്, ഇവിടുത്തത് 7 ആണ്, ഇവിടുത്തത് 3 കുറയ്ക്കണം. അപ്പം നമ്മൾ ആദ്യം 8 + 7 - 3. കറക്റ്റ് അല്ലേ? 8ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാ? 15. 15ൽ നിന്ന് 3 കുറച്ചാൽ എത്ര? 12. ഓക്കെ. ഇനി ബാക്കി അവിടെ എന്താ ഉള്ളത്? അവിടുത്തെ നമ്പറുകൾ നമ്മൾ 8, 7, 3 എടുത്ത് സിംപ്ലിഫൈ ചെയ്തു. അടുത്ത് ഇനി അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? അവിടെ ഭിന്നസംഖ്യകൾ 1/4 + 1/2 - 3/8. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടുത്തെ ബേസ് തുല്യമാണെങ്കിൽ,
അല്ലെങ്കിൽ ഡിനോമിനേറ്റർ തുല്യമാണെങ്കിൽ ന്യൂമറേറ്റർ പ്ലസോ മൈനസോ ചെയ്താൽ പോരെ. അപ്പം നമ്മൾ ക്രോസ് ചെയ്ത് ചില മെത്തേഡ് ചെയ്യും, LCM എടുത്ത് നമ്മൾ ചെയ്യും, നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്ന്. എന്നാൽ ബേസ് ഈക്വൽ ആക്കാൻ പറ്റുമെങ്കിൽ, എഴുതാതെ തന്നെ പറ്റുമെങ്കിൽ അതാണ് എളുപ്പം. നോക്കൂ, ഏറ്റവും വലുത് 8 ഈ 4നെ 8 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, ഇരട്ടി എടുത്താൽ മതി. 2നെ 8 ആക്കണമെങ്കിൽ 4 കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പോൾ എളുപ്പമല്ലേ? അപ്പം ഞാൻ ഇവിടെ നോക്കി 4നെ 8 ആക്കുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു, മുകളിൽ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 2/8 പ്ലസ് ഇവിടെ 2നെ 8 ആക്കണമെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണ്ടേ, മുകളിൽ 4 താഴെ 8 മൈനസ് 3/8. ക്ലിയർ അല്ലേ? അപ്പം നോക്കിയേ, ബേസ് തുല്യമാണ്. അപ്പം നമ്മളിവിടെ ആദ്യം ഇവിടെ 2 ബേസും തുല്യം കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 6/8 മൈനസ് 3/8. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 6/8. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 3/8. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 3/8 കിട്ടി. നേരത്തെ ആൻസർ 12 ഉണ്ട്. 12ഉം ബാക്കി 3/8 കൂടെ ചേരുമ്പോൾ ആൻസർ 12, 3/8 ആൻഡ് ഓപ്ഷൻ D. ഓക്കെ, അപ്പൊ നോക്കൂ, ക്ലിയർ അല്ലേ? ഇത് മിക്സഡ് ഫ്രാക്ഷന്റെ സിംപ്ലിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. എളുപ്പവഴി സംഖ്യകളെ സെപ്പറേറ്റ് പ്ലസോ മൈനസോ ചെയ്യുക, ഭിന്നസംഖ്യകളെയും സെപ്പറേറ്റ് പ്ലസോ മൈനസോ ചെയ്യുക. സോ 1/4ഉം 1/2ഉം കൂടെ ആവുമ്പോൾ 2/8ഉം 4/8ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 6/8 മൈനസ് 3/8 3/8 എന്ന് കിട്ടും. 12ഉം 3/8ഉം കൂടെ ചേരുമ്പോൾ 12, 3/8 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Find the smallest fraction that should be deducted from the sum of 1, 1/2 plus 3, 1/4 plus 5, 1/8 to make the result a whole number. Find the smallest fraction that should be deducted from the sum of. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ സമ്മിൽ നിന്ന് ഏത് ചെറിയ ഭിന്നസംഖ്യ ഡിഡക്റ്റ് ചെയ്താൽ, കുറച്ചാൽ റിസൾട്ട് ഒരു ഹോൾ നമ്പർ ഉണ്ടാവും, ഹോൾ നമ്പർ ആകും. എന്താണ് ഹോൾ നമ്പർ? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. 0ത്തിൽ നിന്ന് ആരംഭിക്കുന്ന കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുക. 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി റൗണ്ടഡ് ഫിഗർ ആണ് ഈ ഹോൾ നമ്പർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്നതിന്റെ സം എടുക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 1, 1/2 പ്ലസ് 3, 1/4 പ്ലസ് 5, 1/8. ആദ്യം നമ്പറുകൾ സം ചെയ്യാൻ പോകുന്നു. 1 പ്ലസ് 3 പ്ലസ് 5. അപ്പോൾ 5, 3, 8, 1, 9. കറക്റ്റ് അല്ലേ? ആക്ച്വലി ഇതിൻ്റെ ആവശ്യം പോലും ഇല്ല. ഈ നമ്പറുകൾ പ്ലസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണ്? ഇതിൻ്റെ സമ്മിൽ നിന്ന് ഏത് ഭിന്നസംഖ്യ ഡിഡക്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഭിന്നസംഖ്യകൾ മാത്രം യഥാർത്ഥത്തിൽ പ്ലസ് ചെയ്താലോ മൈനസ് ചെയ്താലോ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടേണ്ടതാ. ക്ലിയർ അല്ലേ? എങ്കിലും ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നോക്കി, അടുത്തത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ളത് 8നാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബാക്കിയുള്ളത് 8 ആക്കണമെങ്കിൽ, 2നെ 8 ആക്കണമെങ്കിൽ, 2നെ 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. മുകളിൽ 4 കൊണ്ട് ഗുണിച്ചു, താഴെ 4 കൊണ്ട് ഗുണിച്ചു. ശരിയല്ലേ? ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം. 2/8 ദെൻ 1/8 നമ്മൾ പ്ലസ് ചെയ്തു. 4ഉം 2ഉം 6, 6, 1, 7. അപ്പോൾ ഇതെത്ര കിട്ടി? 7/8. അപ്പോൾ നോക്കൂ, ഭിന്നസംഖ്യകൾ പ്ലസ് ചെയ്തപ്പോൾ 7/8 കിട്ടി. മറ്റതെന്താ ചെയ്തു? സംഖ്യകൾ പ്ലസ് ചെയ്തപ്പോൾ 9 കിട്ടി. അപ്പോൾ 9, ഇവിടുത്തെ സം യഥാർത്ഥത്തിൽ 9 7/8 ആണ്. 9 7/8 ഒരു ഹോൾ നമ്പർ ആണോ? അല്ല. ഹോൾ നമ്പറിന്റെ റൈറ്റ് സൈഡിൽ ഭിന്നസംഖ്യ പാടില്ല. 9 ഒരു ഹോൾ നമ്പർ ആണ്. 9 7/8ൽ നിന്ന് എത്ര കുറച്ചാലാണ് 9 കിട്ടുക? ഇത് തന്നെയാണ്. ഏതാണ്? 7/8 കുറയ്ക്കണം. 7/8 കുറയ്ക്കണം. ഉറപ്പാണല്ലോ. അപ്പൊ നോക്കൂ, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ 1, 1/2 പ്ലസ് 3, 1/4 പ്ലസ് 5, 1/8ൽ നിന്ന് ഏത് ഭിന്നസംഖ്യ കുറച്ചാൽ ഇതൊരു ഹോൾ നമ്പർ ആകും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഭിന്നസംഖ്യകളുടെ സം എടുക്കുക. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 അത് 7/8 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7/8 കുറച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർന്നാൽ ഒരു ഹോൾ നമ്പർ ആകും. അല്ലേ? കറക്റ്റ് തന്നെയല്ലേ? ബാക്കിയുള്ള എല്ലാം കൂടെ ചേർന്നാൽ 9 തന്നെ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ? 7/8 ആണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1 മൈനസ് 1/1 ഇൻറ്റു 1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 അപ് ടു 1 മൈനസ് 1/n. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വ്യത്യസ്തമായ ചോദ്യങ്ങളുണ്ട്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ ചോദ്യം ഇതാണ്: 1 മൈനസ് 1/1 ഇൻറ്റു 1 മൈനസ് 1/2 ഇൻറ്റു
ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിംപ്ലിഫൈ ചെയ്യാം. ഈ 1/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്? 0 ആയി. ഇനി ബാക്കിയുള്ള വാല്യൂസ് 1 - 1/2 1/2 ആണ്. അപ്പോൾ 1 - അടുത്തത് 1/3. ഇങ്ങനെ നമ്മൾ എന്തെടുത്താലും ഈ ഒരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 0 ദ ആൻസർ ഈസ് 0. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തെ 1 - 1/1 ആൻസർ 0 ആകുന്നത് കൊണ്ട് ബാക്കിയുള്ളത് ചെയ്തു പോലും നോക്കണമെന്നില്ല, അത് അപ്രസക്തമാണ്. ഇവിടുത്തെ ആൻസർ എന്തായി മാറും? 0 ആയി മാറും. ഒരു പക്ഷേ ഇത് 0 ആയിരുന്നില്ല എങ്കിൽ നമുക്ക് ബാക്കി ചെയ്യണം. നമ്മൾ ചെയ്യുന്നതാണ് അതനുസരിച്ച് ആൻസറിലേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ക്ലിയർ അല്ലേ? 1 - 1/1 ദാറ്റ് മീൻസ് 1 - 1 = 0. ഒരെണ്ണം 0 കിട്ടി, ബാക്കി മൾട്ടിപ്ലൈ ചെയ്യണം. 0 ഏതൊരു നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 കിട്ടും. അതിനാൽ ഇവിടുത്തെ ഉത്തരം 0 ആണ്. അടുത്ത ചോദ്യം ഇതേപോലത്തെ മറ്റൊരെണ്ണം. 1 1/2 ഇൻറ്റു 1 1/3 ഇൻറ്റു 1 1/4 അപ് ടു 1 1/20 ഇതിൻ്റെ വില എന്ത്? അപ്പം നമുക്ക് നോക്കാം. 1 1/2 ആണ് ആദ്യത്തത്, ഇൻറ്റു 1 1/3 ഇൻറ്റു 1 1/4 ഇൻറ്റു 1 1/20. അപ്പം നമുക്ക് നോക്കാം. 1 1/2 ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ? ആദ്യം ഇതിനെ ഇംപ്രോപ്പറിലോട്ടാക്കണ്ടേ? 2 × 1 2 2 1 3. അപ്പോൾ ആദ്യത്തെ എന്ത് കിട്ടും? 3/2. ആദ്യത്തത് 3/2. രണ്ടാമത്തത് 1 × 3 3 3 1 4. എന്ത് ചെയ്യുന്നു? നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറിലാക്കുന്നു. അറിയാലോ, 3 × 1 3 1 4 4/3. അടുത്തതോ 1 1/4 4 × 1 4 4 1 5 5/4. ഇതിങ്ങനെ തുടർന്ന് ഏറ്റവും അവസാനം 1 1/120. അപ്പം 120 × 1 120 121 എത്ര കിട്ടും? 120. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ മുഴുവൻ എഴുതിയിട്ടില്ല. നോക്കൂ, ആദ്യത്തതിൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തതിൻ്റെ ഡിനോമിനേറ്ററും വെട്ടിപ്പോവും. രണ്ടാമത്തതിൻ്റെ ന്യൂമറേറ്ററും മൂന്നാമത്തതിൻ്റെ ഡിനോമിനേറ്ററും വെട്ടിപ്പോവും. ഇങ്ങനെ വെട്ടിപ്പോയി എല്ലാം പോവും. എന്നിട്ട് എന്താ അവശേഷിക്കും? ഏറ്റവും അവസാനത്തെ ന്യൂമറേറ്ററും ഏറ്റവും ആദ്യത്തെ ഡിനോമിനേറ്ററും അവിടെ ബാലൻസ് വരും. അപ്പോൾ ഉത്തരം എന്താവും? 121/2. അവിടുത്തെ ഉത്തരം എന്ത് വരും? 121/2. വ്യക്തമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായ സിംപ്ലിഫിക്കേഷൻസ് ഇത്തരം ചോദ്യങ്ങളിൽ വരും. നമുക്കത് 1 2 3 എണ്ണം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ലോജിക്ക് ആക്ച്വലി മനസ്സിലാവും. ഇവിടെ 1 1/2 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പറിലോട്ട് മാറ്റിയപ്പോൾ 3/2 ആയി. അടുത്തത് 1 1/3 എന്നതിനെ മാറ്റിയപ്പോൾ 4/3 ആയി. അടുത്തത് 1 1/4 ആകുമ്പോൾ 5/4 ആയി. അങ്ങനെ അവസാനമുള്ള 1 1/20 121/120 എന്ന് എഴുതി. ഇവിടെ എന്ത് ചെയ്തു? അവസാനത്തെ 121 ഒഴികെ ബാക്കി മുഴുവൻ ന്യൂമറേറ്ററും ആദ്യത്തെ 2 ഒഴികെ ബാക്കി മുഴുവൻ ഡിനോമിനേറ്ററും സെയിം ആണ്. അത് ക്യാൻസലായി. സോ ഹിയർ ദ ആൻസർ ഈസ് 121/2 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇഫ് സം ഓഫ് 2 numbers is 8 and their product is 15, find the sum of their reciprocal. If the sum of 2 numbers is 8, രണ്ട് സംഖ്യകളുടെ സം തുക 8 ആണ്. ആൻഡ് ദെയർ പ്രോഡക്റ്റ് അതിൻ്റെ ഗുണനഫലം 15 ആണ്. ഫൈൻഡ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽസ് എങ്കിൽ അവയുടെ തുകയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ത്? രണ്ട് സംഖ്യകളുടെ തുകയും അവയുടെ ഗുണനഫലവും തന്നാൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ റെസിപ്രോക്കലിൻ്റെ തുക ചോദിച്ചാൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട മെത്തേഡ് ഇതാണ്. സം ബൈ നമ്പർ. ഒന്നും ചെയ്യണ്ട. രണ്ട് സംഖ്യകളുടെ തുകയും അതേ രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തന്നാൽ, രണ്ട് സംഖ്യകളുടെ തുകയും രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തന്നാൽ അവയുടെ വ്യുൽക്രമങ്ങളുടെ തുക കാണാൻ നമ്മൾ എഴുതേണ്ട ഫോർമാറ്റ് തുക ബൈ ഗുണനഫലം. ക്വസ്റ്റ്യനിലുള്ള തുക എത്ര? 8. അതിൻ്റെ ഗുണനഫലം എന്താ? 15. സോ ഹിയർ ദ ആൻസർ ഈസ് 8/15. 8/15. ഒന്നും ചെയ്യണ്ട. വ്യത്യസ്തമായ പരീക്ഷകൾക്ക് നിരവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തുക ബൈ ഗുണനഫലം, സം ബൈ എന്ത് ചെയ്തു? ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്പറിൻ്റെ എന്ത് വേണം? പ്രോഡക്റ്റ് വേണം.
ക്ലിയർ അല്ലേ? അതായത് സംഖ്യകൾ ആരൊക്കെയാണ്? നമുക്ക് എക്സും വൈ എടുക്കാം. ഇവിടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് 8. അടുത്ത് എന്ത് ചെയ്യുന്നു? എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ 15 തരുന്നുണ്ട്. നമുക്ക് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x പ്ലസ് 1/y ആണ്. ഓക്കെ, ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ. കറക്റ്റ് അല്ലേ? ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. സം ബൈ എന്ത് ചെയ്തു? അതിൻ്റെ പ്രോഡക്റ്റ് വേണം. സം എന്ന് പറഞ്ഞാൽ 8, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 15. ആൻസർ 8/15. ക്ലിയർ? നോക്കൂ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. If the difference between two numbers is 7 and their product is 78, find the difference between their reciprocals. രണ്ട് സംഖ്യകളുടെ തുകയ്ക്ക് പകരം ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 7 ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ് 78. അവ രണ്ടിൻ്റെയും എന്തായത്? ഗുണനഫലം 78. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ റെസിപ്രോക്കൽസ്. എന്ത് ചെയ്യുന്നു? അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ വ്യുൽക്രമങ്ങളുടെ വ്യത്യാസം എന്ത്? അപ്പം നേരത്തെ സം എങ്ങനെയാണോ തന്നത് അതേ മെത്തേഡാണ് ഇവിടെയും. എന്താണ്? അപ്പോൾ ഡിഫറൻസ് ഓഫ് ദ ടു നമ്പേഴ്സ് മുകളിൽ എഴുതി, അതിനുശേഷം അതിൻ്റെ പ്രോഡക്റ്റ് എന്ത് ചെയ്തു? താഴെ എഴുതി. ആൻസർ 7/78. ശരിയല്ലേ? ഇവിടെ എന്ത് ചെയ്തു? രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 7. അടുത്ത പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് പറയുന്നത് 78. കറക്റ്റ് അല്ലേ? വ്യത്യാസം. ഇനി എന്ത് കഴിയുന്നു? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റെസിപ്രോക്കൽ. സോ 1/x മൈനസ് 1/y. നമുക്കിത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? എക്സ് മൈനസ് വൈ ബൈ എക്സ് വൈ എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ഫോം. എക്സ് മൈനസ് വൈ എത്ര? 7. എക്സ് വൈ എത്ര? 78. സോ ഹിയർ ദ ആൻസർ ഈസ് 7/78. അപ്പോൾ പഠിക്കുക, ഇത് വളരെ കുറവാണ് പ്രോഡക്റ്റ് ഡിഫറൻസ് വെച്ച് ചോദിക്കുന്നത്. കാരണം രണ്ടും ഒന്നാണ്. സം വെച്ചിട്ടാണ് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ ചോദ്യമുള്ളത്. സമ്മ് തരുന്നു, പ്രോഡക്റ്റ് തരുന്നു. റെസിപ്രോക്കലിൻ്റെ സം ചോദിച്ചാൽ സമ്മ് മുകളിൽ എന്ത് ചെയ്തു? പ്രോഡക്റ്റ് താഴെ എഴുതുക. ഡിഫറൻസ് തരുന്നു, പ്രോഡക്റ്റ് തരുന്നു. റെസിപ്രോക്കലിൻ്റെ ഡിഫറൻസ് ചോദിച്ചാൽ മുകളിൽ ഡിഫറൻസും താഴെ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് എഴുതണം. ക്ലിയർ ആണല്ലോ രണ്ടെണ്ണവും? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് സ്മോളസ്റ്റ്? തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ നോക്കിയേ. 5/8 ഉണ്ട്, ദെൻ 7/10 ഉണ്ട്, 3/4 ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ 6/7. അപ്പോൾ ഭിന്നസംഖ്യകളുടെ വലിപ്പ ചെറുപ്പം കാണാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ നമ്മൾ പല മെത്തേഡുകൾ പഠിക്കാറുണ്ട്. ഓക്കെ, ക്രോസ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. മുകളിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് മുകളിൽ ഒരു 0 കൊടുക്കുക. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുക്കണം, മാറ്റിയതൊന്നുമില്ല, ഇവിടെ തന്നെ ചെയ്യാം. ഇനി 50 എത്ര? 8 ഉണ്ട്. 8ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കി. 6 പ്രാവശ്യം 6 8 48. അടുത്ത് 70/10 ക്യാൻസലായി പോവും. ശരിയല്ലേ? ആൻസർ എത്ര കിട്ടി? 7. 30 എത്ര 4 ഉണ്ട്? 7 പ്രാവശ്യം 7 4 28. ദെൻ 60 എത്ര? 7 ഉണ്ട്. 8 പ്രാവശ്യം 8 7 56. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഭിന്നസംഖ്യകളെ നമ്മൾ സംഖ്യകളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം 6 രണ്ടെണ്ണം 7 മൂന്നാമതൊരെണ്ണം 8. ചോദ്യം വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്നാണ്. ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? ഇതിലേതാ ചെറിയ നമ്പർ? 6 ആണ് ചെറിയ നമ്പർ. അപ്പോൾ ഏതാണ് ചെറിയ ഭിന്നസംഖ്യ? അത് 5/8 ആണ് ചെറിയ ഭിന്നസംഖ്യ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഓർ ദ ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമ്മുടെ ഇതിലെ വലിയ നമ്പർ ഏതാ? 8. സോ ആൻസർ 6/7 ഈസ് ദ ലാർജസ്റ്റ് എമോങ് ദീസ് ഫ്രാക്ഷൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കൂ, 4 ഭിന്നസംഖ്യകൾ തന്നിരിക്കുന്നു. ഭിന്നസംഖ്യകളുടെ വലിപ്പച്ചെറുപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യേണ്ടത് ആ ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററിൽ ഒരു 0 കൊടുക്കുന്നു. ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒറ്റ ഡിജിറ്റ് മാത്രം എഴുതിയപ്പോൾ ആദ്യത്തത് 6, രണ്ടാമത്തത് 7, മൂന്നാമത്തത് 7, നാലാമത്തത് 8. ഈ പറയുന്ന 4 സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ 6 ആണ്. അതിനാൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ 5/8 തന്നെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ചോദ്യം ഇതാണ്. 0.6 ഇവിടെ റിക്കറിംഗ് ഡെസിമൽ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ റിക്കറിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഇപ്പോൾ നമ്മളൊരു സംഭവത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്യും. 0.3333, 0.777, 0.666 അത്തരം ഡെസിമൽ രൂപത്തെയാണ് നമ്മൾ റിക്കറിംഗ് ഡെസിമൽസ് എന്ന് പറയുക. അപ്പോൾ റിക്കറിംഗ് ഡെസിമലിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. 0.6 മോളി ബാർ, ഓക്കെ, പ്ലസ് 0.4. ഇതെങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക?
ഇവിടെ ദശാംശത്തിന് ശേഷം ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിൽ റിക്കറിംഗ് ഡെസിമലിൽ 9 ഉണ്ട് എന്നാണ്. അപ്പം നമ്മൾ നോക്കിയേ 6/9 പ്ലസ് 4/9 ആണിത്. ഓക്കെ, 0.6 ബാർ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും അവിടെ? 6/9. 0.4 ആണെങ്കിലോ 4/9. രണ്ട് ഡിനോമിനേറ്ററും തുല്യമല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്തെഴുതി? 10/9. ഓക്കെ, ഈ 10നെ എന്ത് ചെയ്തു? 9 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം കിട്ടും? ഒരു പ്രാവശ്യം. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. 10/9 ഒരു പ്രാവശ്യം 9, റിമൈൻഡർ 1. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ ഡെസിമൽ കൊടുക്കുന്നു, 0 കൊടുക്കുന്നു, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം. ഇനി എത്ര പ്രാവശ്യം വന്നാലും അതൊരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1.1 ആണ്. സോ 1.1 മാത്രമല്ല, ഇത് 1 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ ബാർ ഇടുന്നത്. സോ ആൻസർ 1.1 ബാർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ ആണ്. ദെൻ അപ്പോൾ ക്ലിയർ ആണല്ലോ. 0.6 എന്ന് പറയുന്നത് 6/9 എന്നും 0.4 എന്ന് പറയുന്നത് 4/9 എന്നും ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് എന്ത് ചെയ്തു? നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ 10/9 എന്ന് എഴുതി. ഈ 10/9നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1.1 എന്ന് കിട്ടും. ഈ 1.1നെ 1.1 മുകളിൽ ബാർ. കാരണം എന്താണ്? ഈ 1 കൊണ്ട് അവസാനിക്കുന്നില്ല, വീണ്ടും ഈ 1 റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു റിക്കറിംഗ് ഡെസിമൽ ആകുന്നു. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ ഡെസിമൽ എഴുതണമെന്നില്ല. 10/9 എന്ന് പറഞ്ഞാൽ 1/9. 1/9നെ എന്ത് ചെയ്യുന്ന എഴുതാം? മുകളിൽ 1/9. കണ്ടായിരുന്നോ? ഇതിനെ ഇപ്പോൾ ഇത് മാറ്റി 1/9 എന്ന് എഴുതി. പറഞ്ഞ് മനസ്സിലായ? 1 ഈ 1 ആണ്. 1/9 എങ്ങനെ എഴുതാം? 1 ബാർ എന്ന് എഴുതാം. ഓക്കെ, ഞാനത് കൃത്യമായി മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഡെസിമൽ ഫോമിൽ കൂടെ പറഞ്ഞത്. ഡെസിമൽ ഫോമിൻ്റെ ആവശ്യമില്ല. 10/9 എന്ന് പറഞ്ഞാൽ 1/9. ഈ 1 എന്ന് എഴുതി. 1/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 താഴെ വന്നാൽ മുകളിൽ ഒരു ബാർ ഇടണം. ദാ ഇവിടെ നോക്കിയാൽ മതി അല്ലേ? 6 എന്ത് ചെയ്തു? 6/9നെയാണ് 6 ബാർ. 4/9നെയാണ് 4 ബാർ. അപ്പോൾ 1/9നെ 1 ബാർ എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഡി. ഇപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഡെസിമൽ ഫോമാണ് കാണിച്ചത്. ഓക്കെ, നോക്കൂ, റിക്കറിംഗ് ഡെസിമലിലെ മറ്റൊരു ചോദ്യം. 0.4 ബാർ പ്ലസ് 0.5 ബാർ പ്ലസ് 0.9 പ്ലസ് 0.13. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്തെന്നാണ്? അപ്പോൾ 0.4 എന്ന് പറയുന്നത് 4/9 എന്ന് എഴുതാം. പ്ലസ് 0.5 എന്ന് പറയുന്നത് 5/9 എന്ന് എഴുതാം. അപ്പോൾ 4ഉം 5ഉം കൂടെ ചേർത്താൽ ഡിനോമിനേറ്റർ തുല്യമല്ലേ? ഇപ്പോൾ ഇത് അടുത്തത് എന്താണ്? 0.9 ബാർ. 9 എന്ന് പറഞ്ഞാൽ 9/9 എന്നല്ലേ? 1 എന്ന് എഴുതിക്കൂടെ? പ്ലസ് 1/3 ബാർ. അപ്പോൾ ഇവിടെ എഴുതാതെ പോലും ചെയ്യാം ഈ ചോദ്യം. ഇനി ഞാനൊന്ന് എഴുതി കാണിക്കുന്നേ. ആക്ച്വലി 0.4 ബാറിനെ 4/9 എന്നും 5 ബാറിനെ 5/9 എന്നും എഴുതാം. ഇത് രണ്ടും എടുത്താൽ ഡിനോമിനേറ്റർ തുല്യമല്ലേ? അപ്പം ന്യൂമറേറ്റർ ഒക്കെ 4ഉം 5ഉം 9/9 1. ഇത് രണ്ടും കൂടെ ചേർന്ന് എത്ര കിട്ടും? 1. ഇത് ഞാൻ എഴുതി കാണിക്കുന്നതാണ്, ഇങ്ങനെ എഴുതണമെന്നില്ല. അടുത്ത് 0.9 എന്ന് പറഞ്ഞാൽ 9/9 എന്ന് തന്നെയല്ലേ? അപ്പോൾ അത് 1 അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 1, ഇത് 1. 1 എത്ര? 2. ബാക്കി ഇതൊന്നും ചെയ്യേണ്ട. ഓപ്ഷൻ നോക്കിയേ, 2.13യുടെ മാത്രം ബാർ. ഓക്കെ ആണ്. അപ്പോൾ ആദ്യത്തതും രണ്ടാമത്തതും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 0.4 പ്ലസ് 0.5 അത് 0.9 ആണ്. 0.9 = 1 ആണ്. ദെൻ അടുത്തത് 0.9 ആണ്. 0.9 റിക്കറിങ്ങിന് നമ്മൾ എങ്ങനെയാ പറയുക? 9/9 ദാറ്റ് ഈക്വൽ ടു 1. 0.9 1 എന്നല്ല ഞാൻ പറയുന്നത്, അത് റിക്കറിങ്ങിൻ്റെ പൊസിഷനിലാണ് പറയുക. ഓക്കെ, അപ്പോൾ 0.9 എന്ന് പറഞ്ഞ് 9 ബാർ എന്ന് പറഞ്ഞാൽ 9/9. 9/9 = 1. 0.4 ബാർ എന്ന് പറഞ്ഞാൽ 4/9. 0.5 ബാർ എന്ന് പറഞ്ഞാൽ 5/9. ഇതൊക്കെ ടോട്ടൽ 9/9 ദാറ്റ് ഈക്വൽ ടു 1. സോ 1 + 1 2.13. 13യുടെ മുകളിൽ ക്വസ്റ്റ്യനിൽ തന്നെ ബാർ ഉണ്ട്. സോ ഹിയർ ദ ആൻസർ ഈസ് 2.13 bar. Okay, next question. Which of the following numbers is exactly divisible by 45? ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി, 2ൻ്റെ ഡിവിസിബിലിറ്റി, 3ൻ്റെ ഡിവിസിബിലിറ്റി, 4ൻ്റെത്, 6ൻ്റെത്, 8ൻ്റെത്, 7ൻ്റെത്, 11ൻ്റെത്, 12ൻ്റെത് ഇങ്ങനെയൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചില നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടും ഈ സംഖ്യ അല്ലേ? അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സും നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നോക്കാം, എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 45. ഒരു സംഖ്യയെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സംഖ്യയെ 5 കൊണ്ടും 9 കൊണ്ടും പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാമെങ്കിൽ, ഒരു സംഖ്യയെ 5 കൊണ്ടും 9 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാമെങ്കിൽ അത്തരം സംഖ്യകളെ എത്ര കൊണ്ടും ഡിവൈഡ് ചെയ്യാം? 45
5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഓരോ ഓപ്ഷൻസ് വീതം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 45? 45. ഈ സംഖ്യയെ ആദ്യത്തെ സംഖ്യയെ 2 2 8 3 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒരു സംഖ്യ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം വൺസിലെ അക്കം 0 5 ആയിരിക്കണം. ഇവിടെ 3 അല്ലേ? പറ്റൂല. ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബിയിലേക്ക് വരുന്നു. ഓപ്ഷൻ ബിയിലേക്ക് വന്നപ്പോൾ 0 ആണ്. അപ്പം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉറപ്പല്ലേ? ഇനി എന്തുകൂടെ ചെയ്യണം? 9 കൊണ്ട്. എന്താണ് 9ന്റെ ഡിവിസിബിലിറ്റി? അക്കങ്ങളുടെ തുക 9 9ന്റെ ഗുണിതങ്ങളോ ആവണം. അക്കങ്ങളുടെ തുക 9 9ന്റെ ഗുണിതം. കൂട്ടിയേ 9 2 11 11 3 14. 9ന്റെ ഗുണിതമാണോ? അപ്പോൾ ഇത് 9ന്റെ അല്ല, 45ൻ്റെതും അല്ല. വ്യക്തമല്ലേ? 5 കൊണ്ട് പറ്റി, പക്ഷെ 9 കൊണ്ട് പറ്റിയില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. 42 75. ഒറ്റയുടെ സ്ഥാനത്ത് 5. 5 കൊണ്ട് ഗുണിക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി അക്കങ്ങളുടെ തുക നോക്കി. 4 2 6 6 7 13 5 18. ഓക്കെ, 7 5 12 14 18. അപ്പം അക്കങ്ങളുടെ തുക 18. അക്കങ്ങളുടെ തുക 18. 9ന്റെ ഗുണിതം 9 കൊണ്ടും പറ്റും. അപ്പോൾ തന്നിരിക്കുന്നതിൽ 42 75നെ എന്ത് ചെയ്യാം? 45 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. ഓപ്ഷൻ സി 42 75നെയാണ് തന്നിരിക്കുന്നതിൽ 45 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുക. ഒരു സംഖ്യയെ 45 കൊണ്ട് പൂർണ്ണമായി ഹരിക്കണമെങ്കിൽ എന്താ ചെയ്യുക? അതിനെ 5 കൊണ്ടും 9 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് 4-digit നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 5 6 8 9. ഒരു സംഖ്യ 5 കൊണ്ട് 6 കൊണ്ട് 8 കൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ നമ്പർ എന്തായിരിക്കണം? 4 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഓപ്ഷൻ എ 8640, ബി 9999, 9800, 9720. അപ്പോൾ 8640നെ 5 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കുന്ന മണ്ടത്തരമാണ്. കാരണം എന്താ? അതിപ്പോൾ പറ്റിയാൽ തന്നെ ആ നമ്പർ വെച്ച് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇതിൽ അതിനേക്കാൾ വലിയ നമ്പേഴ്സ് കിടപ്പുണ്ട്. അതും പറ്റുമോ? കാരണം ഒന്നിൽ കൂടുതൽ സംഖ്യകളെ 5 6 8 9 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷൻ വെച്ചാണ് ഏറ്റവും വലിയ ഓപ്ഷൻ എടുക്കുക. ഏറ്റവും വലിയ നമ്പർ ഏതാ? 9999. കാരണം അവിടെ വലുതാണത് കിട്ടിയാൽ അത് തന്നെയാണ് ഉത്തരം. ക്ലിയർ? അപ്പം നോക്കൂ, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 5 0 ആയിരിക്കണം. സോ അപ്പോഴേ അതില്ല, ഇതല്ല. അടുത്ത നമ്പർ ഏതാ? 9800 വലുത്. 9800 ഒറ്റയുടെ സ്ഥാനത്ത് 0, അപ്പോൾ 5 കൊണ്ട് പറ്റും. ഇനി 6ന്റെ ഡിവിസിബിലിറ്റി എന്താ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇരട്ട സംഖ്യകളെ 6 കൊണ്ട് ഹരിക്കാം. എന്താണ് 6ന്റെ ഡിവിസിബിലിറ്റി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യയാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്താ 3ന്റെ ഡിവിസിബിലിറ്റി? അക്കങ്ങളുടെ തുക 3 3ന്റെ ഗുണിതമായിരിക്കണം. അക്കങ്ങളുടെ തുക 3 3ന്റെ ഗുണിതമായിരിക്കണം. 9 3ന്റെ ഗുണിതമാണ്. 8 ആണോ? അല്ല. അപ്പോൾ 6 കൊണ്ട് പറ്റൂല. ഈ സംഖ്യയും വിട്ടയ്ക്കുക. 9800 എന്ത് ചെയ്യില്ല? 5 6 8 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 അക്ക സംഖ്യ അല്ല. 4 അക്ക സംഖ്യകളിൽ ഏറ്റവും വലുതുമല്ല. അടുത്തത് 8640, 9000. ഇതാണ് വലുത്. ഓക്കെ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 6 കൊണ്ട് എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇരട്ട സംഖ്യകൾ നോക്കിയേ. 9 7 2 9. അപ്പോൾ 5 കൊണ്ടും 6 കൊണ്ടും പറ്റും. 8ന്റെ ഡിവിസിബിലിറ്റി അവസാനത്തെ 3 അക്കങ്ങൾ 9720. അവസാനത്തെ 3 അക്കങ്ങൾ 0 8ന്റെ ഗുണിതമായിരിക്കണം. 3 0 ആയിരിക്കണം, അല്ലെങ്കിൽ 8ന്റെ ഗുണിതമായിരിക്കണം. അപ്പം നോക്കി, ഇവിടെ 720നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കി, 8 8 64, 9 8 72 പറ്റും. അപ്പോൾ 8 കൊണ്ടും പറ്റും. ഇനി 9ന്റെ ഡിവിസിബിലിറ്റി എന്താ? അക്കങ്ങളുടെ തുക 9 9ന്റെ ഗുണിതം. 9 7 2 9. സോ ഹിയർ ദ ആൻസർ ഈസ് 9720. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 5 കൊണ്ടും 6 കൊണ്ടും 8 കൊണ്ടും 9 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 അക്കമുള്ള സംഖ്യ 9720 ആണ്. ക്ലിയർ ആണ്? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് 4-digit exactly divisible by 88. The largest number of 4-digit exactly divisible by 88. ഒരു സംഖ്യയെ 88 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ
8 കൊണ്ടും 11 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ പറ്റണം. 11 8 88 അല്ലേ? ഒരു സംഖ്യയെ 8 കൊണ്ടും 11 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാമെങ്കിൽ ആ സംഖ്യയെ 88 കൊണ്ടും ഹരിക്കാം. പക്ഷെ ഇവിടെ കണ്ടീഷൻ പറയുന്നുണ്ട്, എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. സോ റിപ്പീറ്റ് ചെയ്യുന്നു, ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഇതിൽ 9 9 9 9 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അവസാനത്തെ 3 അക്കങ്ങളെ പറ്റുമോ? ദെൻ പറ്റുമോ? ഇല്ല. ദെൻ 9-ന് 8 കൊണ്ട് പറ്റൂല. ഒരു പ്രാവശ്യം 19-ൽ 2 പ്രാവശ്യം 16 39-ൽ പറ്റില്ല. അടുത്തത് 9988, രണ്ടാമത്തെ ഓപ്ഷൻ 9988. ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. 9 9 8 8. 988-നെ 8 കൊണ്ട് ഒരു പ്രാവശ്യം 8, റിമൈൻഡർ 1, 18-ൽ 2 പ്രാവശ്യം 16, ശിഷ്ടം 2, 28 പറ്റില്ല. 3 9 9 4 4. ഓക്കെ അല്ലേ? 9 9 4 4. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അവസാനത്തെ 3 അക്കാൽ 944. 8 കൊണ്ട് ഒരു പ്രാവശ്യം 8, 14-ൽ ഒരു പ്രാവശ്യം 8, 6 64. 8 പ്രാവശ്യം പറ്റും. അപ്പോൾ 9 9 8 8 കൊണ്ട് 11-ന്റെ ഡിവിസിബിലിറ്റി എന്താ? ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം. ഒന്നിടവിട്ട സംഖ്യ 9 4 13 മൈനസ് 9 4 13. വ്യത്യാസം 0 അല്ലെങ്കിൽ 11-ന്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ 9 9 4 4-നെ എത്ര കൊണ്ടും 8 കൊണ്ടും 11 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാം. അതിനാൽ 9 9 4 4-നെ എന്ത് ചെയ്യാം? നമുക്ക് 88 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഉറപ്പല്ലേ? അപ്പോൾ ഒരു സംഖ്യയെ 88 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന എങ്ങനെ അറിയാം? ആ സംഖ്യയെ 8 കൊണ്ടും 11 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാമെങ്കിൽ ആ സംഖ്യയെ 88 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാം. അടുത്ത ചോദ്യം, വാട്ട് വാല്യൂ മസ്റ്റ് ബി ഗിവൺ ടു സ്റ്റാർ സൈൻ ടു മേക്ക് 5 star 8428 എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 11? അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം 5, അത് കഴിഞ്ഞിട്ട് നമ്പർ ഇല്ല. നമ്പർ നമ്മൾ കണ്ടെത്തണം. ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. 8 4 2 8. ഈ സംഖ്യയെ 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കണമെങ്കിൽ സ്റ്റാറിന്റെ സ്ഥാനത്ത് വരേണ്ട ഏറ്റവും ചെറിയ സംഖ്യ ഏത്? വിച്ച് വാല്യൂ മസ്റ്റ് ഗിവൺ? അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. 0 2 3 8. ഓക്കെ, എന്താണ് ഈ 11-ന്റെ ഡിവിസിബിലിറ്റി? ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം ആരായിരിക്കണം? 0 11-ന്റെ ഗുണിതമായിരിക്കണം. അപ്പം നമുക്ക് ഇവിടുത്തെ ഒന്നിടവിട്ട സംഖ്യ എടുക്കാം. 4 8 സ്റ്റാർ. ഓക്കെ അല്ലേ? അപ്പം സ്റ്റാർ പ്ലസ് 4 പ്ലസ് 8, സ്റ്റാർ പ്ലസ് 4 പ്ലസ് 8. സോ എത്ര കിട്ടി? 12. ബാക്കി 5 പ്ലസ് 8 പ്ലസ് 2, 5 പ്ലസ് 8 പ്ലസ് 2, 8 2 10 5 15. അപ്പോൾ നോക്കൂ, ആദ്യത്തെ സ്റ്റാർ ഇല്ലാത്തത് 3 കൂടെ പ്ലസ് ചെയ്തപ്പോൾ 15 ആണ്. സ്റ്റാർ ഉള്ളത് പ്ലസ് ചെയ്തപ്പോൾ 12 ആണ്. ഇവയുടെ വ്യത്യാസം 0 ആകണമെങ്കിൽ 12 15 ആകണം. 12 15 ആകണമെങ്കിൽ അവിടെ എത്രയാണ് വ്യത്യാസം? എത്ര കൂടെ കൂട്ടിച്ചേർക്കണം? 3. അപ്പോൾ ഈ സ്റ്റാറിന്റെ സ്ഥാനത്ത് ആരെയാ കൊടുക്കേണ്ടത്? 3 എന്ന സംഖ്യയാണ് കൊടുക്കേണ്ടത്. സ്റ്റാറിന്റെ സ്ഥാനത്ത് 3 എന്ന സംഖ്യ കൊടുത്താൽ അതൊരു 11-ന്റെ ഗുണിതമാകും. അപ്പോൾ മക്കളെ, എന്താണ് 11-ന്റെ ഡിവിസിബിലിറ്റി? ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം 0 11-ന്റെ ഗുണിതമോ ആയിരിക്കണം. എന്താണ്? ഒന്നിടവിട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം. അങ്ങനെ ഒന്നിടവിട്ട സംഖ്യകൾ എടുത്തപ്പോൾ 5 പ്ലസ് 8 പ്ലസ് 2 15. അടുത്തത് ഒരു സ്റ്റാർ കണ്ടുപിടിക്കേണ്ട വാല്യൂ പ്ലസ് 4 പ്ലസ് 8 12. അപ്പൊ ഇവയുടെ തുകയുടെ വ്യത്യാസം 0 ആവണ്ടേ? ഇപ്പൊ ഇവയുടെ തുകയുടെ വ്യത്യാസം എത്ര? 3. അത് 0 ആവണമെങ്കിൽ ആ സ്റ്റാറിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? ഇതേ 3 അങ്ങ് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ 15 മൈനസ് 15 0 ആണ്. ഓക്കെ ആണ്. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വാട്ട് വാല്യൂ മസ്റ്റ് ബി ഗിവൺ ടു സ്റ്റാർ so that the number 9781 star 4 is exactly divisible by 6? ഈ സംഖ്യയിലെ സ്റ്റാറിലെ സ്ഥാനത്ത് ഏത് സംഖ്യ വന്നാൽ അതിനെ 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. ഇവിടുത്തെ സംഖ്യ ഇതാണ്: 9 7 8 1 സ്റ്റാർ 4. എട്ടോ അല്ലേ? അപ്പം നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം അറിയേണ്ടത് 6-ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണെന്നാണ്. എങ്ങനെയാണ് ഒരു സംഖ്യയെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ആ സംഖ്യയെ
2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ 6 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാം. ഒരു സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു ഇരട്ട സംഖ്യയാണ്. ഒറ്റയുടെ സ്ഥാനം 4ആണ്, അവിടെ സ്റ്റാർ കിടക്കുന്നില്ല. സോ ഈ സംഖ്യ ഒരു ഇരട്ട സംഖ്യയാണ്. ഇനി എന്ത് മാത്രം നോക്കിയാൽ മതി? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് എന്ത് നമ്പർ വേണം നോക്കൂ. ഇവിടെ 9 3ന്റെ ഗുണിതമാണ്, 8 1 9 3ന്റെ ഗുണിതം, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ ആവും. പകരം 3ന്റെ ഗുണിതങ്ങൾ അങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ പോരെ. അപ്പോൾ ഇവിടെ 9 ഒരു 3ന്റെ ഗുണിതമാണ്, ഒഴിവാക്കി 8 9 ഒരു 3ന്റെ ഗുണിതമാണ്. ഇനി ബാക്കി ആരൊക്കെയുണ്ട്? 7 4 7 4 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11. 7 4 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11. അപ്പോൾ 11 കഴിഞ്ഞാൽ അടുത്ത 3ന്റെ ഗുണിതം ആര്? 11 കഴിഞ്ഞാൽ അടുത്ത 3ന്റെ ഗുണിതം ആര്? അത് 12. അപ്പോൾ 11 12 ആകണമെങ്കിൽ എത്ര കൂടെ പ്ലസ് ചെയ്യണം? 1 കൂടെ. അപ്പോൾ ഈ സ്റ്റാറിന്റെ സ്ഥാനത്ത് വരേണ്ട സംഖ്യ ആര്? 1. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത എന്താണ്? 9 9 18 18 ഈ പറഞ്ഞ 11 18 11 29 കിട്ടും. 29 3ന്റെ ഗുണിതമാണോ? അല്ല. 29 കഴിഞ്ഞാൽ അടുത്ത 3ന്റെ ഗുണിതം 30ആണ്. അപ്പോഴും എത്ര പ്ലസ് ചെയ്യണം? 1. പക്ഷെ അവിടെ പ്ലസ് ചെയ്യാനുള്ള വലിയ നമ്പർ എടുക്കൂലേ. അതുകൊണ്ട് 3 3ന്റെ ഗുണിതം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 2 നമ്പർ ചേരുമ്പോൾ 3 ആയാലും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് ഈ 9ഉം ഈ 8 1 കൂടെ ചേർന്ന് 9ഉം ക്യാൻസലായി. ബാക്കി 7 4 കൂടെ ചേർന്ന് എന്താക്കി വെക്കുന്നത്? 11 ആക്കും. എന്നാൽ ഇനി സ്റ്റാറിന്റെ സ്ഥാനത്ത് ഏത് നമ്പർ കൂടെ വന്നാൽ 11 തൊട്ടടുത്ത 3ന്റെ ഗുണിതമായി മാറും. 11 കഴിഞ്ഞാൽ അടുത്ത 3ന്റെ ഗുണിതം എന്ന് പറയുന്നത് 12 അല്ലേ. 11നെ 12 ആക്കണമെങ്കിൽ നമ്മൾ എത്ര പ്ലസ് ചെയ്യണം? 1 പ്ലസ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ബിയിലുള്ള 1 വരുമ്പോൾ ഈ സംഖ്യയെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കും. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 45 ലീവ്സ് റിമൈൻഡർ 42. സെയിം നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 5 വിൽ ലീവ്സ് ദ റിമൈൻഡർ. ഒരു സംഖ്യയെ 45 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 42 ശിഷ്ടം കിട്ടി. നമ്മളൊരു സംഖ്യയെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു സംഖ്യയെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45നേക്കാൾ ചെറിയ ഏത് നമ്പർ വേണോ റിമൈൻഡറായി കിട്ടാം. അപ്പോൾ നമ്മൾ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയ റിമൈൻഡർ? 42. എന്നാൽ ആ സെയിം നമ്പറിനെ നമ്മൾ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എത്രയാണ് റിമൈൻഡറായി കിട്ടുക? നോക്കൂ, 45ന്റെ ഒരു ഗുണിതമാണ് 5. നമ്മൾ മനസ്സിലാക്കേണ്ടത് 45 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര ശിഷ്ടം കിട്ടുമോ ആ ശിഷ്ടത്തെ 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ബാക്കി ശിഷ്ടം വരുമെങ്കിൽ അതാണ്. അപ്പോൾ ഇവിടെ കിട്ടിയ ശിഷ്ടം എത്ര? 42. 42നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 42ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കിയേ. 5ന്റെ ടേബിൾ 8 5 40. ശിഷ്ടം എത്ര? 2. അപ്പോൾ ഒരു സംഖ്യയെ 45 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 42 ലഭിക്കുമെങ്കിൽ ആ സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുമെന്ന് ചോദിച്ചാൽ ഉത്തരം 2. നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്തിനെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റിമൈൻഡറിനെ ശിഷ്ടത്തിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 42നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8 5 40, ശിഷ്ടം 2 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ബിറ്റ്വീൻ 100 ആൻഡ് 300 ഹൗ മെനി നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7? 100നും 300നും ഇടയിൽ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? ഒരു സംഖ്യയുടെ തുടക്കം മുതലായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ ഡിഫറൻസ് എടുത്ത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത് 100നും 300നും ഇടയിൽ എന്ന് പറയുമ്പോൾ കൃത്യമായി എല്ലാതരം ചോദ്യവും ചെയ്യാൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് 100/7. 100 വരെയുള്ള സംഖ്യകളിൽ എത്ര 7ന്റെ ഗുണിതമുണ്ട്? 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10ൽ 7 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. ശിഷ്ടം 3. 30ൽ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ഒരു പക്ഷേ പറ്റുന്നില്ലെങ്കിൽ സൈഡ് എഴുതി ചെയ്താലും മതി. 100/7 10ൽ 1 പ്രാവശ്യം 7, ശിഷ്ടം 3, 0 താഴെ 30, 4 പ്രാവശ്യം 28, ശിഷ്ടം എടുക്കേണ്ട 2. അപ്പം 100 വരെയുള്ള സംഖ്യകൾക്കകത്ത് 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 14. അടുത്തെന്താണ്? ഏത് വരെ വേണം? 300. അപ്പോൾ 300നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 1 മുതൽ 300 വരെയുള്ള സംഖ്യകൾക്കകത്ത് എത്ര 7ന്റെ ഗുണിതം ഉണ്ടെന്ന് കിട്ടും. നമുക്ക് 300നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30ൽ 7 4 പ്രാവശ്യം 28, ശിഷ്ടം 2, 0 20ൽ 7 2 പ്രാവശ്യം.
14. ഓക്കെ, അപ്പോൾ 300/7 എന്ന് പറഞ്ഞാൽ 42. 1 മുതൽ 300 വരെയുള്ള സംഖ്യകൾക്കകത്ത് 42 7ന്റെ ഗുണിതമുള്ളപ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾക്കകത്ത് 14 7ന്റെ ഗുണിതമുണ്ട്. അപ്പോൾ 100നും 300നും ഇടയിലെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വ്യത്യാസം എടുക്കുക. 42 - 14. 42 നിന്ന് 10 കുറച്ചാൽ 32, 32 നിന്ന് 4 കുറച്ചാൽ 28. 100നും 300നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 28 ഗുണിതങ്ങളുണ്ട് 100നും 300നും ഇടയിൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 3 bells toll at the interval of 12, 15 and 18 minutes respectively. If all the 3 bells toll together at 8 a.m., when will they toll together again? 3 ബെല്ലുകൾ, ഓരോ ബെല്ലും 12, 15, 18 മിനിറ്റ് ഇടവേളകളിൽ ശബ്ദിക്കുന്നു, അല്ലെങ്കിൽ ഇടവേളകളിൽ ബെല്ല് കേൾക്കുന്നു. ഇവ ഒരുമിച്ച് കേട്ടത് രാവിലെ 8 AM-നാണ്. ഇതിന് ശേഷം വീണ്ടും ഇത് ഒരുമിച്ച് കേൾക്കുന്ന സമയമേത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ LCM കാണുക. ഓരോ ബെല്ലുകൾ, ഒരു ബെല്ല് 12 മിനിറ്റ് ഇടവിട്ടും മറ്റൊരു ബെല്ല് 15 മിനിറ്റ് ഇടവിട്ടും മൂന്നാമത്തെ ബെല്ല് 18 മിനിറ്റ് ഇടവിട്ടുമാണ് കേൾക്കുക. അപ്പം നമ്മൾ കാണേണ്ടത് എന്താ? 12ന്റെ, 15ന്റെ, 18ന്റെ ഇവയുടെ LCM കാണുക. 12, 15, 18 മൂന്നിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12ൽ 4 പ്രാവശ്യം, 15ൽ 5 പ്രാവശ്യം, 18ൽ 6 പ്രാവശ്യം. അടുത്ത് 2 കൊണ്ട് 2 പ്രാവശ്യം, 5 അതേപടി എഴുതുന്നു 3 പ്രാവശ്യം. ഇനി പറ്റുമോ? ഇല്ല. നോക്കൂ, 5 × 2 10, 3 × 2 6, 6 × 3 18, 18 × 10 ഇവയെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 180 മിനിറ്റ്. 180 മിനിറ്റ്. അപ്പം നോക്കി, 12, 15, 18 ഇവയുടെ LCM എന്ന് പറയുന്നത് 180 ആണ്. 180 മിനിറ്റ് കഴിഞ്ഞാണ് ഇനി ഇവ ഒരുമിച്ച് കേൾക്കുക. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 60 സെക്കൻഡുകളാണ്. 60 മിനിറ്റുകൾ എന്ന് പറയുന്നത് 1 മണിക്കൂറാണെന്നറിയാം. അപ്പം 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യം? 3 മണിക്കൂറിന് തുല്യമാണ്. ഇവ ഒരുമിച്ച് കേട്ടത് 8 AM-നാണ്. അതിനോടൊരു 3 മണിക്കൂറൂടെ പ്ലസ് ചെയ്താൽ 8 + 3 11 AM-നാണ്. ഇവ 3ഉം ഇനി ഒരുമിച്ച് കേൾക്കുക. അപ്പോൾ 3 ബെല്ലുകൾ 12 മിനിറ്റ്, 15 മിനിറ്റ്, 18 മിനിറ്റ് ഇടവേളകളിൽ ശബ്ദിക്കുന്നു. ഇവ ഒരുമിച്ച് 8 മണിക്ക് കേട്ടു എങ്കിൽ ഇനി വീണ്ടും ഇവ ഒരുമിച്ച് കേൾക്കുന്ന സമയം കാണാൻ 12, 15, 18 ഇവയുടെ LCM കാണുക. ആ LCM 180 ആണ്. 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. അത് 8 AM-നോട് പ്ലസ് ചെയ്യുമ്പോൾ 11 മണിക്ക് ഇവ വീണ്ടും ഒരുമിച്ച് ബെല്ല് കേൾക്കും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. LCM of 2 number is 432 and their HCF is 72. If one number is 144, find the other number. 2 സംഖ്യകളുടെ LCM ഉണ്ട്, HCF ഉണ്ട്. അതിലെ ഒരു സംഖ്യ 144 എന്നുണ്ട്. ഫൈൻഡ് ദ സെക്കൻഡ് നമ്പർ. അപ്പോൾ നമുക്കൊരു ബേസിക് റൂൾ അറിയാം. ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? LCM × HCF-ന് തുല്യമായിരിക്കും. 2 സംഖ്യകളുടെ ഗുണനഫലം അതേ 2 സംഖ്യകളുടെ LCM × HCF-ന്റെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ നമുക്കറിയില്ല, നമുക്ക് മറ്റൊരു നമ്പർ അറിയാം, സെക്കൻഡ് നമ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ അറിയാം, 144. ഇനി ഇവയുടെ LCM എന്ന് പറയുന്നത് 432 ആണ്, HCF എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു LCM × HCF. ഇനി എങ്ങനെയാണ് അതിലെ ഒരു നമ്പർ കാണുക? ഫസ്റ്റ് നമ്പർ എന്ന് നമ്മൾ പറഞ്ഞ ആ നമ്പർ കാണുക. അത് 432 × 72/144. 72ന്റെ ഇരട്ടിയാണ് 144. അപ്പം 432/2. ഓക്കെ അല്ലേ? ആൻസർ 216. 216. അപ്പോൾ 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ഈ 2 സംഖ്യകളുടെ LCM × HCF-ന്റെ ഗുണനഫലത്തിന് തുല്യമാണ്. ഇവിടെ LCM 432, HCF 72. അതിലൊരു സംഖ്യ 144, മറ്റു സംഖ്യ കാണണം. നമ്മൾ ഈ പറഞ്ഞ പാറ്റേണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടിയ സംഖ്യ 216 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
What is the least number which when divided by 12, 15, 20 and 25 leaves the remainder 7 in each case? 12 കൊണ്ടും 15 കൊണ്ടും 20 കൊണ്ടും 25 കൊണ്ടും പൂർണ്ണമായി ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അപ്പോൾ ഏതൊക്കെ കൊണ്ടാണ്? 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വേണം, 15 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വേണം, 20 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വേണം, 25 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വേണം. ഇങ്ങനെ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമുക്ക് അതിനു മുമ്പ് അറിയേണ്ടത് 12 കൊണ്ടും 15 കൊണ്ടും 20 കൊണ്ടും 25 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ അതിൻ്റെ LCM അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 12, 15, 20, 25 LCM കാണാം. 12നെയും 15നെയും 20നെയും 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 പറ്റില്ല. ഇവിടെ 15 5 3 പ്രാവശ്യം, 20 4 പ്രാവശ്യം, 25 5 പ്രാവശ്യം. ഇനി 12, 3, 4 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 പ്രാവശ്യം 12, 3 ഇവിടെ 1 പ്രാവശ്യമായി. അടുത്ത് ഇവിടെ 4 ചെയ്യാൻ പറ്റില്ല, അതേപടി എഴുതി 5 താഴേക്ക് എഴുതി. അടുത്ത് നമുക്ക് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 പ്രാവശ്യം 1 പ്രാവശ്യം 1 പ്രാവശ്യം 5. ശരിയല്ലേ? അപ്പം നമുക്ക് തന്നെ അടുത്ത് ചെയ്യാം. 5 × 4 20, 20 × 5 100, 100 × 3 300. ഇതിൻ്റെ LCM എത്ര? 300 എന്ന് കിട്ടി. അപ്പോൾ 12, 15, 20, 25 ഇവ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 300ആണ്. പക്ഷെ ഇത് പൂർണ്ണമായി ഹരിച്ചാൽ പോരാ. ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വേണം? 7 ശിഷ്ടം വേണം. 7 ശിഷ്ടം വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 300നോട് ആ 7 അങ്ങ് കൂട്ടുക. 300 + 7 307. ഉറപ്പല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 12 കൊണ്ട് 307നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 7 ശിഷ്ടം, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 7 ശിഷ്ടം, 20ഉം 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 7 ശിഷ്ടം കിട്ടും. ആദ്യം എന്ത് ചെയ്യണം? അവ 4ൻ്റെയും LCM കാണണം. LCM 300 എന്ന് കിട്ടി. അതിനോടൊപ്പം എത്രയാണോ വേണ്ട ശിഷ്ടം അതങ്ങ് പ്ലസ് ചെയ്തു. 300നോട് 7 പ്ലസ് ചെയ്തപ്പോൾ ഉത്തരം 307. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. HCF ഓഫ് 2 ഡിഫറെന്റ് നമ്പർ ഈസ് 24. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദെയർ LCM? രണ്ട് വ്യത്യസ്തങ്ങളായ സംഖ്യകളുടെ, ഒരു സംഖ്യ അല്ല, 2 വ്യത്യസ്തങ്ങളായ സംഖ്യകളുടെ HCF എന്ന് പറയുന്നത് 24ആണ്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദെയർ LCM? ഓക്കെ അല്ലേ? എങ്കിൽ അതിൻ്റെ LCM തന്നിരിക്കുന്നതിൽ ഏത്? എന്താണ് ഈ LCM HCF തമ്മിലുള്ള റിലേഷനുകളിൽ ഒന്ന്? LCMനെ എപ്പോഴും HCF കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും അല്ലേ? നമുക്ക് HCF വന്നിട്ട് ഏതാണ് ഇതിൻ്റെ LCM എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് LCMനെ എന്ത് ചെയ്യാം? HCF കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാം. ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 24ആണ്. 24 കൊണ്ട് 12നെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. 18നെ ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. 36നെ പറ്റുമോ? പറ്റില്ല. 48നെയോ? പറ്റും. സോ ഇവിടുത്തെ LCM ആയി നമുക്ക് എന്തിനെ കണക്കാക്കാം? 48. ഉറപ്പാണല്ലോ? അപ്പം നോക്കുക, ഇഫ് HCF ഓഫ് 2 ഡിഫറെന്റ് നമ്പർ ഈസ് 24. 2 വ്യത്യസ്തങ്ങളായ സംഖ്യകളുടെ HCF എന്ന് പറയുന്നത് 24ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദെയർ LCM? എങ്കിൽ അവയുടെ LCM എന്തായിരിക്കും? മനസ്സിലാക്കേണ്ടത് LCMനെ HCF കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ സാധിക്കും. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നത് 48നെ മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ HCF എത്ര? 48. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Find the greatest number which divides 127 and 41, leaving remainders 7 and 5 respectively. Find the greatest number which divides 127 and 41. ഏത് വലിയ സംഖ്യ കൊണ്ട് 127നെയും 41നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ? 127നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 7ഉം 41നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5ഉം വരണം. നമ്മളൊരു സംഖ്യ കൊണ്ട് 127നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 7 കിട്ടണം. അതേ സംഖ്യ കൊണ്ട് 41നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 5 കിട്ടണം. അങ്ങനെയുള്ള ഒരുപാട് സംഖ്യകൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഉറപ്പാണ്. അപ്പം നോക്കൂ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 127ആണ് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത്. ഈ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ പോലെ HCF എടുക്കുക. അപ്പോൾ ഒരു HCF ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു നമ്പറിനൊരു HCF ഉണ്ടായിരുന്നു 127. ആ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ശിഷ്ടം വരണമെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ 127 ആ ശിഷ്ടം അങ്ങ് കുറയ്ക്കുക. കുറച്ചാൽ എത്ര? 120. HCF കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു?
120 ശിഷ്ടമില്ല. എന്നാൽ 127 ഡിവൈഡ് ചെയ്താൽ എത്ര ശിഷ്ടം കിട്ടും? 7 ശിഷ്ടം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു നമ്പർ കൊണ്ട് 120 ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടമില്ല, ഓക്കെയാണ്. എന്നാൽ 127 ഡിവൈഡ് ചെയ്യുമ്പോഴോ 7 ശിഷ്ടം കിട്ടും. അതേപോലെ 41 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ശിഷ്ടമാണ് വേണ്ടത്? 5. അപ്പം 41 ആ 5 അങ്ങ് കുറയ്ക്കുക. 41 5 കുറച്ചാൽ ഉത്തരം എത്ര കിട്ടും? 36. ശരിയല്ലേ? അപ്പം 120 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടമില്ല. പക്ഷെ 127 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടണം? 7 കിട്ടണം. അപ്പോൾ എന്താണ് 127 എത്രയാണോ വേണ്ട ശിഷ്ടം അത് കുറച്ചു. 41 5 കുറച്ചു 36. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 120ൻ്റെയും 36ൻ്റെയും HCF കാണണം. 120ൻ്റെയും 36ൻ്റെയും എന്ത് കാണണം? HCF നമുക്ക് കാണാം. 120 36 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ആദ്യം നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം 20. ഇവിടെ 6 6 36. വീണ്ടും നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട്. ഇവിടെ എത്ര പ്രാവശ്യം? 10. ഇവിടെ എത്ര? 3. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഗുണിക്കണം. 6 × 2 ഉത്തരം 12. ഉറപ്പല്ലേ? അപ്പോൾ ഇതിൻ്റെ HCF എത്ര? 12. ഇനി നോക്കിയേ, 12 കൊണ്ട് 127 ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 10 പ്രാവശ്യം 120. ശിഷ്ടം എത്ര കിട്ടി? 7. 12 കൊണ്ട് 41 ഡിവൈഡ് ചെയ്തേ. ഒരു 4 പ്രാവശ്യം 3 12 36. 36 കഴിഞ്ഞാൽ ശിഷ്ടം എത്ര കിട്ടും? 5. ഓക്കെ അല്ലേ? അപ്പം നോക്കിയേ, 127 ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ശിഷ്ടവും 41 ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ശിഷ്ടവും കിട്ടണം? 5 ശിഷ്ടവും കിട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 12 ആണ്. അത് ഏറ്റവും വലിയ സംഖ്യ എന്ന് ചോദിച്ചാൽ 12 ആണ്. ഉറപ്പല്ലേ? 127 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ശിഷ്ടം കിട്ടും. 41 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ശിഷ്ടം കിട്ടും. ഏത്? എങ്ങനെയാ ചെയ്യുക? 127 നിന്ന് എത്രയാണോ വേണ്ട ശിഷ്ടം 7 കുറച്ചാൽ 120. 41 നിന്ന് വേണ്ട ശിഷ്ടം 5 കുറച്ചാൽ 36. 120ൻ്റെയും 36ൻ്റെയും HCF കണ്ടു. HCF 12 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. What is the least number which when divided by 8, 12, 15 and 18 leaves remainder 5, 9, 12 and 15 respectively? What is the least number which when divided by 8 കൊണ്ട് 12 കൊണ്ട് 15 കൊണ്ട് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 9, 12, 15 എന്നിവ ശിഷ്ടമായി ലഭിക്കാവുന്ന ലീസ്റ്റ് നമ്പർ ഏത്? നോക്കൂ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ശിഷ്ടം. അപ്പോൾ 8 നിന്ന് 5 കുറച്ചാൽ 3. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ശിഷ്ടം. 12 നിന്ന് 9 കുറച്ചാലും 3. ദെൻ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 ശിഷ്ടം. 15 നിന്ന് 12 കുറച്ചാൽ 3. 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ശിഷ്ടം? 15. വ്യത്യാസം 3. ഇവിടെ എല്ലായിടത്തും പൊതുവായ വ്യത്യാസം 3. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ആദ്യം 8, 12, 15, 18 ഇവയുടെ LCM കാണുക. 8, 12, 15, 18. ഇവിടെ നമുക്ക് ആദ്യം 3 കൊണ്ട് 8 പറ്റൂല. 12 4 3 12, 5 3 15, 6 3 18. അടുത്ത് 2 കൊണ്ട് ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 5, ഇവിടെ 3. ശരിയല്ലേ? ഇനി നമുക്ക് വീണ്ടും 2 കൊണ്ട് ഇവിടെ 2 പ്രാവശ്യം, 1 പ്രാവശ്യം, 5 പ്രാവശ്യം, 3. 5 × 2 10. ശരിയല്ലേ? ദെൻ 2 × 2 4. 3 × 3 9. 9 × 4 36 10 360 LCM. എന്താണ് LCM? 360. 8, 12, 15, 18 ഇവയുടെ LCM 360. പക്ഷെ കണ്ടീഷൻ, നമ്മളൊരു സംഖ്യയെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ശിഷ്ടം വേണം എന്ന് പറഞ്ഞാൽ 3ന്റെ വ്യത്യാസം. ദെൻ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആയി നമുക്ക് കിട്ടിയ 3 ഇതിൽ നിന്ന് കുറയ്ക്കണം. 3 എന്ത് ചെയ്യണം? കുറയ്ക്കണം. എല്ലായിടവും കോമൺ. അപ്പോൾ ഉത്തരം 357. 357 ഓപ്ഷൻ ബി. 357നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ശിഷ്ടം കിട്ടും. ശ്രദ്ധിച്ച് നോക്കി, 357നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9, 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12, 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 ശിഷ്ടം കിട്ടും. ആദ്യം എന്ത് ചെയ്യണം? വ്യത്യസ്തമായ റിമൈൻഡേഴ്സ് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്തു. ആ ഡിഫറൻസ് കോമൺ ആണ്, 3 ആണ്. അടുത്ത് 8, 12, 15, 18 ഇവയുടെ LCM കണ്ടു. ആ LCMൽ നിന്ന് ഈ 3 മൈനസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര? 357. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇഫ് 1 cube plus 2 cube plus 3 cube up to 10 cube 3025. Find the value of 2 cube, 4 cube, 6 cube up to 20 cube. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 1ന്റെ ക്യൂബ് പ്ലസ് 2ന്റെ ക്യൂബ്
പ്ലസ് 3ൻ്റെ ക്യൂബ് പ്ലസ് 4ൻ്റെ ക്യൂബ് അങ്ങനെ 10ൻ്റെ ക്യൂബ് വരെ അടുത്താൽ നമുക്ക് കിട്ടും 3025. അടുത്ത് പറയാണ് 2ൻ്റെ ക്യൂബ് 4ൻ്റെ ക്യൂബ് 6ൻ്റെ ക്യൂബ് അപ് ടു 20ൻ്റെ ക്യൂബ്. 2ൻ്റെ ക്യൂബ് പ്ലസ് 4ൻ്റെ ക്യൂബ് പ്ലസ് 6ൻ്റെ ക്യൂബ് പ്ലസ് 8ൻ്റെ ക്യൂബ് പ്ലസ് അങ്ങനെ 20ൻ്റെ ക്യൂബ് വരെ. ഇനി ഈ ഡേറ്റ തന്നത് ഇത് ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒന്നും തരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇതുമായുള്ള ഒരു ബന്ധം, ഇതിലെല്ലാം ഇരട്ട സംഖ്യകളാണ്. 2, 4, 6, 8, 10, 12 അപ് ടു 20. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ഇരട്ട സംഖ്യ, ഇതിൽ കോമൺ ആയിട്ടുള്ളത് 2 ക്യൂബാണ്. കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്, 2ൻ്റെ ക്യൂബ്. 2 ക്യൂബ് പുറത്തേക്ക് എടുത്താൽ ബാക്കി 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് അപ് ടു 10 ക്യൂബ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാണ് പുറത്തേക്ക് എടുക്കുക? ഇതിനെ 2ൻ്റെ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2ൻ്റെ ക്യൂബ് ബാക്കി 1ൻ്റെ ക്യൂബ്. ഇവിടെ 2ൻ്റെ ക്യൂബ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ക്യൂബ് അതിലുണ്ട്. ഇനി അപ്പോൾ നമുക്കറിയാം ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിൻ്റെ വില 3025ആണ്. എന്നാൽ 2ൻ്റെ ക്യൂബ് എന്താ? 2ൻ്റെ ക്യൂബ് അത് 8. 8 ഗുണം 3025 ആണ് ഇവിടുത്തെ ആൻസർ. 8 ഗുണം 3025 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ 3000 ഗുണം 8 24,000, 25 ഗുണം 8 200. ഉത്തരം 24,200. ഉറപ്പാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ടത് ആരെയാണ്? കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? 2ൻ്റെ ക്യൂബാണ്. ചിലർ തെറ്റി 2 പുറത്തെടുത്ത് കളയും. ഓക്കെയാണ്. ആ 2 പുറത്തെടുത്താൽ 2 ഗുണം 3025 6050 എന്ന് കിട്ടും. തെറ്റിപ്പോകും. ഈ പവർ ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ. ഇപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5ഉം 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് എന്ന് പറഞ്ഞാൽ 2 പുറത്തേക്ക് എടുക്കാം. പക്ഷെ എന്താണ് ഇവിടെ ക്യൂബ് തരുന്നത് കൊണ്ട് നമ്മൾ എന്താണ് പുറത്തേക്ക് എടുക്കേണ്ടത്? 2 അല്ല, 2ൻ്റെ ക്യൂബാണ്. 2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ഇൻറ്റു 3025 ഉത്തരം 24,200. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ് ഓഫ് 2 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് 47, ഫൈൻഡ് ദ സ്മോളർ നമ്പർ. If difference between the squares of 2 consecutive number or successive number is 47, find the smaller number. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ ഡിഫറൻസ് 47 ആണ് എങ്കിൽ ആ സംഖ്യ ഏത്? തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ ഡിഫറൻസ് തന്നിരുന്നാൽ സംഖ്യ കാണേണ്ട എളുപ്പവഴി, എത്രയാണോ തരുന്ന ഡിഫറൻസ് അതിൻ്റെ പകുതി എടുക്കുക. 47ൻ്റെ പകുതി 23.5 ഉറപ്പല്ലേ? ഈ പകുതി എന്ന് പറയുന്നത് ആവറേജ് ആയിരിക്കും. അതിന് തൊട്ടു മുമ്പും അത് കഴിഞ്ഞും വരുന്ന സംഖ്യകളാണ് ആ എണ്ണൽ സംഖ്യ. 23.5ക്ക് തൊട്ടു മുമ്പ് വരുന്ന സംഖ്യ 23, 23.5 കഴിഞ്ഞു വരുന്ന സംഖ്യ 24. സോ ഇവിടുത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ സ്മോളസ്റ്റ് നമ്പർ എന്നാണ്. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 23. ഫൈൻഡ് ഔട്ട് ദ ലാർജസ്റ്റ് ഓർ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞെങ്കിൽ എന്ത് വരുമായിരുന്നു? 24. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർക്ക് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ ഡിഫറൻസ് തന്നിരുന്നാൽ അതിനെ പകുതി എടുക്കുക. ഈ പകുതി എടുക്കുമ്പോൾ കിട്ടിയ 23.5 എന്തായിരിക്കും? അത് നമ്മൾ ആവറേജ് ആണ്, ശരാശരിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ നോക്കേ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറിന്റെ ഡിഫറൻസ് തന്നിട്ട് അതിലെ വലുതോ ചെറുതോ സംഖ്യ ചോദിക്കുകയോ ആവറേജ് ചോദിക്കുകയോ ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വ്യത്യാസത്തിന്റെ പകുതി എടുക്കുക. വ്യത്യാസം 47, അതിന്റെ പകുതി 23.5. 23.5 ആവറേജ് ആണ്. 23.5ക്ക് തൊട്ടു മുമ്പുള്ള നമ്പർ അത് 23 ആണ്. 23.5 കഴിഞ്ഞു വരുന്ന നമ്പർ അത് 24 ആണ്. ഇവിടുത്തെ സ്മോളസ്റ്റ് നമ്പർ 23യും ലാർജസ്റ്റ് നമ്പർ എന്തുമാണ്? 24ഉമാണ്. ഓക്കെ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 11 ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ their square is 781. Sum of the numbers is. The difference between 2 numbers is 11 and difference between their squares is 781. തന്നിരിക്കുന്നത് 2 സംഖ്യകളുടെ വ്യത്യാസം. ഒരു സംഖ്യ എ എന്നും മറ്റൊരു സംഖ്യ ബി എന്നും എടുത്ത a മൈനസ് ബി 11. അടുത്തെന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ സ്ക്വയേഴ്സ്. അപ്പോൾ സംഖ്യകൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതാണ് 781. എന്താണ് ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എ പ്ലസ് ബി ഇൻറ്റു
എ മൈനസ് ബി സമം 781. കറക്റ്റ് അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് 781. ചോദ്യത്തിൽ ആരെ തന്നിരിക്കുന്നു? എ മൈനസ് ബി. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു 11 സമം 781. എങ്ങനെയാ എ പ്ലസ് ബി കാണുക? 781/11. 781 എത്ര 11 ഉണ്ടെന്ന് നോക്കിയേ. 7 11 77. ശിഷ്ടം 1 താഴെ 11. ഉത്തരം 71. ആൻസർ എത്ര കിട്ടും? 71 ആണ് ആ സംഖ്യകളുടെ തുക. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഈസ് 11. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 11 ആണ്. രണ്ട് സംഖ്യകളുടെ സ്ക്വയറിൻ്റെ വ്യത്യാസം എത്രയാണ്? 781 ആണ്. എങ്കിൽ ആ രണ്ട് സംഖ്യകളുടെ തുക എത്ര? എ മൈനസ് ബി എന്നാണ് നമ്മൾ സംഖ്യകൾ എടുത്തത്. രണ്ട് സംഖ്യകൾ എയും ബിയും ആയി കൺസിഡർ ചെയ്തു. അത് 11. അതിൻ്റെ സ്ക്വയർ ആവുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 781. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതിൽ എ മൈനസ് ബി ഉണ്ട്. എ പ്ലസ് ബി എങ്ങനെ കാണും? 781/11. 71 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇഫ് സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 25 ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് 11, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ? ഇവിടെ സം ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ് 25. രണ്ട് സംഖ്യകളുടെ തുക 25 ആണ്. ഡിഫറൻസ് 11 ആണ്. രണ്ട് സംഖ്യകളുടെ സമ്മ് എന്ന് പറഞ്ഞാൽ എയും ബിയും എടുത്ത എ പ്ലസ് ബി 25 എന്നും അതിൻ്റെ ഡിഫറൻസ് 11 എന്നും തന്നാൽ എങ്ങനെ സംഖ്യകൾ കാണും? ഒന്ന്, പ്ലസ് ചെയ്ത് പകുതി എടുത്താൽ വലുത് കിട്ടും. അതായത് 25 + 11/2 ആണ് വലുത്. 25ഉം 10ഉം 35, 36/2 18. മൈനസ് ചെയ്ത് പകുതി എടുത്താൽ ചെറുത് കിട്ടും. 25 - 11 15 14 7. അപ്പോൾ നോക്കൂ, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്നാണ് ചോദ്യം. ഫൈൻഡ് ദ നമ്പേഴ്സ് എന്ന് ചോദിച്ചെങ്കിൽ ഏതൊക്കെയാണ് നമ്പർ? 18ഉം 7ഉം ആണ് നമ്പർ. 18 + 7 25 കിട്ടുന്നില്ലേ? 18 - 7 11 കിട്ടുന്നില്ലേ? അപ്പൊ നോക്കൂ, ഫൈൻഡ് ഔട്ട് ദ നമ്പേഴ്സ് എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ എന്ത് കിട്ടും? 18ഉം 7ഉം. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 18, സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ 7. ഇവിടുത്തെ ചോദ്യം വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? സോ 18 × 7, 18നെ 7 കൊണ്ട് ഗുണിക്കണം. 18 ഇവിടെ എന്താണ്? 7 കൊണ്ട് 20നെയാണ് ഗുണിച്ചെങ്കിൽ 20 × 7 140. 140ൽ നിന്ന് 14 കുറയ്ക്കണം. ഉത്തരം 126. ഓക്കെ, അല്ലെങ്കിൽ 18 × 7 8 7 56, റിമൈൻഡർ 5, 7 5 12. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കൂ, രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, അതേ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എന്നാണ് ചോദ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? തുകയും ഡിഫറൻസും പ്ലസ് ചെയ്ത ശേഷം പകുതി എടുത്താൽ വലിയ നമ്പറും തുകയും ഡിഫറൻസും മൈനസ് ചെയ്തതിന് ശേഷം പകുതി എടുത്താൽ ചെറിയ നമ്പറും കിട്ടി. അപ്പോൾ നമുക്ക് നമ്പറുകൾ 18 എന്നും 7 എന്നും കിട്ടി. എന്നിട്ട് എന്ത് കാണണം? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് കാണണം. സോ 18 × 7 ആൻസർ 126 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 23 × 23 പ്ലസ് 17 × 17 പ്ലസ് 2 × 23 × 17/23 × 23 മൈനസ് 17 × 17. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്റർ നോക്കിയാൽ ഇവിടെ 23 17 എന്ന നമ്പർ ഉണ്ട്. താഴെ 23 17 ആണ്. ഓക്കെ അല്ലേ? ഇത് ഈ 23 × 23 എ സ്ക്വയർ ആണ്. 17 × 17 17ൻ്റെ സ്ക്വയർ ആണ്. 2 × 23 × 17. അപ്പം മുകളിലുള്ള ഫോർമാറ്റ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എ നമുക്ക് 23 എന്നും ബി നമുക്ക് 17 എന്നും എടുക്കാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ ഉണ്ട്, 2ab ഉണ്ട്, ബി സ്ക്വയർ ഉണ്ട്. താഴെ 23ൻ്റെ സ്ക്വയറും 17ൻ്റെ സ്ക്വയറും. അപ്പോൾ താഴെ എന്താ ഉള്ളത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് താഴെയുള്ളത്. അപ്പം മുകളിലുള്ളത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. പകരം മറ്റൊന്ന് പറഞ്ഞൂടെ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി 2 പ്രാവശ്യമല്ലേ? അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി തന്നെയല്ലേ? എ പ്ലസ് ബിയുടെ ചേരുമ്പോൾ അല്ലേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ താഴെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. താഴെ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. മുകളിലും താഴെയുള്ള എ പ്ലസ് ബി ക്യാൻസൽ ആവൂലേ? ബാക്കി എന്താ അവശേഷിക്കുന്നത്? എ പ്ലസ് ബി ബൈ
എ മൈനസ് ബി. എന്താണ്? എ പ്ലസ് ബി ബൈ എ മൈനസ് ബി. എന്താണ് ഇവിടുത്തെ എ? 23. എന്താണ് ഇവിടുത്തെ ബി? 17. 23ഉം 17ഉം കൂടെ കൂട്ടുമ്പോൾ 40 ബൈ 23ൽ നിന്ന് 17 കുറയ്ക്കുമ്പോൾ 6. ആൻസർ എത്ര കിട്ടും? 40/6. ഉറപ്പല്ലേ? 23ോട് 17 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40. 23ൽ നിന്ന് 17 കുറയ്ക്കുമ്പോൾ 6. ഈ 40ഉം 6ഉം ക്യാൻസൽ ആയി പോവില്ലേ? എത്ര കിട്ടി? 20/3. സോ ഹിയർ ദ ആൻസർ ഈസ് 20/3. ഇവിടുത്തെ ആൻസർ എന്താണ്? 20/3. എങ്ങനെയാണ് കിട്ടിയേ? ന്യൂമറേറ്ററിലുള്ളത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി 2 പ്രാവശ്യം എഴുതുന്നതാണ്. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി. താഴെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? അത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. മുകളിലും താഴെയുള്ള എ പ്ലസ് ബി ക്യാൻസൽ ആണ്. ഇനിയുള്ള ഫൈനൽ സൊല്യൂഷൻ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ആണ്. എ 23ഉം ബി 17 ആകുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ 40, മൈനസ് ചെയ്യുമ്പോൾ 6. ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20/3. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എക്സ് മൈനസ് 1/x 7 ദെൻ എക്സ് ക്യൂബ് മൈനസ് 1/x³ വില എന്ത്? ഓക്കെ, അപ്പം നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എക്സ് മൈനസ് 1/x വില 7 എന്ന് തന്നിട്ടുണ്ട്. കാണേണ്ടത് എക്സ് ക്യൂബ് മൈനസ് 1/x³ ആണ്. അപ്പോൾ ഇവിടെ ക്യൂബാണ് തരുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തോ? തരുന്ന വാല്യൂവിൻ്റെ ക്യൂബ് എടുക്കണം. 7ന്റെ ക്യൂബ്. ഇനി ക്വസ്റ്റ്യനിൽ മൈനസ് സൈൻ ആണെങ്കിൽ പ്ലസ് ഇടണം. എന്നിട്ട് എന്ത് ചെയ്യണം? 3 ഇരട്ടി എടുക്കണം ആ വാല്യൂവിൻ്റെ. സോ 3 × 7. അപ്പൊ നോക്കിയേ, എക്സ് മൈനസ് 1/x തന്ന ശേഷം എക്സ് ക്യൂബ് മൈനസ് 1/x³ ചോദിച്ചാൽ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ ക്യൂബ് പ്ലസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്, പ്ലസ് ആണെങ്കിൽ മൈനസ്. പ്ലസ് എന്താണ്? 3 × 7. എന്താണ് 7ന്റെ ക്യൂബ്? അത് 343 പ്ലസ് 3 × 7 എത്ര? 21. 343നോട് 21 കൂട്ടിയാൽ 43, 10, 53, 63, 364. ഓപ്ഷൻ ബി 364. അപ്പോൾ എക്സ് മൈനസ് 1/x തന്ന ശേഷം എക്സ് ക്യൂബ് മൈനസ് 1/x³ ചോദിച്ചാൽ തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ ക്യൂബ് എടുക്കുക, മൈനസ് സൈൻ ആകുമ്പോൾ പ്ലസ് ഇടുക, 3 × ആ വാല്യൂ. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ എക്സ് പ്ലസ് 1/x 5 എന്നാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x³ എത്ര? ഇവിടെ എക്സ് പ്ലസ് 1/x 5 തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 1/x³ കാണാൻ ചോദിച്ചാൽ തന്നിരിക്കുന്ന 5ന്റെ ക്യൂബ് എടുക്കണം. എടുത്തല്ലോ? പ്ലസ് സൈൻ, അപ്പോൾ മൈനസ്. എന്ത് ചെയ്യണം? 5ന്റെ 3 ഇരട്ടി, 3 × 5. 5ന്റെ ക്യൂബ് 125 മൈനസ് 3 × 5 15. 125 നിന്ന് 10 കുറച്ചാൽ 115, 115 നിന്ന് 5 കുറച്ചാൽ 110. ആൻസർ 110. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന ചോദ്യത്തിൽ ഇതിൻ്റെ സ്ക്വയർ ചോദിക്കാം, ക്യൂബ് ചോദിക്കാം, റൈസ് ടു 4 ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ക്യൂബാണ് പഠിച്ചത്. ക്യൂബ് എങ്ങനെയാ ചെയ്യുക? ആദ്യം ആ വാല്യൂവിൻ്റെ ക്യൂബ് എടുക്കുക. പ്ലസ് ആണെങ്കിൽ മൈനസ്, എന്നിട്ട് അതിൻ്റെ 3 ടൈംസ്. ഓക്കെ അല്ലേ? മൈനസ് ആണെങ്കിൽ പ്ലസ്, എന്നിട്ട് അതിൻ്റെ 3 ടൈംസ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 8/0.28 × 4/0.08 അതിൻ്റെ വില എന്ത്? അപ്പോൾ ഒരു എക്സ്പോണൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. 8/0.28 × 4/0.08. അപ്പോൾ ഇതിൻ്റെ ബേസ് ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ബേസ് ഈക്വൽ ആക്കാം. 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബാണ്. സോ 2ന്റെ ക്യൂബ് റൈസ് ടു 0.28 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ അല്ലേ? 2ന്റെ സ്ക്വയർ റൈസ് ടു 0.08. ഓക്കെ ആണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ റൈസ് ടുവിൽ 3ഉം 0 എടുക്കും. നമുക്കിതിനെ ഇങ്ങനെ എഴുതാം മനസ്സിലാകാൻ. 2ന്റെ ക്യൂബ് ഇൻറ്റു 0.28. ഓക്കെ അല്ലേ? ഇൻറ്റു എന്താണ്? 2 സ്ക്വയർ ഇൻറ്റു 0.08. നമുക്ക് ഇതിൻ്റെ വില എടുക്കാം. 28നെ 3 പ്രാവശ്യം ഗുണിക്കണം. 30 × 3 90. 2 × 3 6. അപ്പോൾ 2/0.84 ഇൻറ്റു 2/8 × 2 16 0.16. ഓക്കെ അല്ലേ? ഇത് ബേസ് ഈക്വൽ ആണെങ്കിൽ a/m. അപ്പോൾ എന്ത് ചെയ്യും? നമുക്കത് റിലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? പവർ അങ്ങ് കൂട്ടിയാൽ മതി. ശരിയല്ലേ? അപ്പം നമുക്കിവിടെ എന്ത് മനസ്സിലാക്കാം? 84ഉം 16ഉം 100. ഓക്കെ, ഡെസിമൽ മാറ്റുമ്പോൾ 1. സോ 2/1. എന്താണ് 2/1ന്റെ വില? ആൻസർ 2 ആണ്. ഉറപ്പല്ലേ?
ഉറപ്പല്ലേ? അപ്പം നോക്കൂ, ഈ സിംപ്ലിഫിക്കേഷൻ ചോദ്യം 8.0.28 ഇൻറ്റു 4.0.08. നമ്മൾ ആദ്യം ഇതിൻ്റെ ബേസ് ഈക്വൽ ആക്കി. 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബ് റൈസ് ടു 0.28, 4 2ൻ്റെ സ്ക്വയർ റൈസ് ടു 0.08. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇതിനെ 2ൻ്റെ ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 28 ഗുണിച്ചപ്പോൾ 0.84, 2 ഇൻറ്റു 0.08 ഗുണിച്ചപ്പോൾ 0.16, 0.86 0.4 കൂടെ 1.6 കൂടെ ചേരുമ്പോഴോ അതാ 1 പോയിന്റ് സംതിങ്. ഓക്കെ, അപ്പോൾ 2:1 വരും. 2:1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 2 ആണ് ആൻസർ. ഓപ്ഷൻ സി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 5:0.25 ഇൻറ്റു 125:0.25 ബൈ 256:0.10 ഇൻറ്റു 256:0.15. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ ബേസ് ഈക്വലാണ്, പക്ഷെ ന്യൂമറേറ്ററിൻ്റെ ബേസ് ഈക്വൽ അല്ല 5ഉം 125. അപ്പം നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 5:0.25 ഇൻറ്റു 125:0.25 ബൈ 256:0.10 ഇൻറ്റു 256:0.15. ഓക്കെ, ആദ്യം 5:0.25 അതങ്ങനെ തന്നെ നടക്കട്ടെ. 5:0.25 ഇൻറ്റു 125 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ക്യൂബ് അല്ലേ? 5ൻ്റെ ക്യൂബ് ഇൻറ്റു 0.25, കറക്റ്റ് അല്ലേ? ബൈ ഇവിടെ 256 കോമൺ അല്ലേ? അപ്പോൾ 256:0.25. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ 5:0.25 ഇൻറ്റു 5:0.75 ബൈ 256:0.25. ഓക്കെ, ഇവിടെ രണ്ട് ബേസും ഈക്വൽ ആണ്. അപ്പോൾ 75ഉം 25ഉം കൂടെ ചേരുമ്പോൾ 100, ഡെസിമൽ മാറ്റി കഴിയുമ്പോൾ 5:1 ബൈ 256:0.25. 0.25 എന്ന് പറഞ്ഞാൽ 1ൻ്റെ 4 അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? 4th റൂട്ട് ഓഫ് 256. ഓക്കെ, ഈ 0.25 എന്ന് പറയുന്നത് 1/4 ആണ്. ഓക്കെ, അപ്പോൾ 256:1/4 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഫോം എന്ത് പറയാം? 4th റൂട്ട് ഓഫ് 256 എന്നാണ്. മനസ്സിലായ? 0.25 എങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുന്നതാണ് 1/4. 1/4 എന്ന് പറയും, അത് 4th റൂട്ട് എന്നാണ്. ഇപ്പോൾ 4th റൂട്ട് ഓഫ് 256, 256നെ നമുക്ക് ഘടകങ്ങളാക്കാം. 4 കൊണ്ട് 64, 4 കൊണ്ട് 16, 4 കൊണ്ട് 4. ഓക്കെ അല്ലേ? അപ്പോൾ 4th റൂട്ട് ഓഫ് 256 എത്ര കിട്ടും? 4. സോ ആൻസർ 5/4. 5:1 5 ആണ്. ദെൻ 4th റൂട്ട് ഓഫ് 256 എത്രയാണ്? 4 ആണ്. ആൻസർ 5/4 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ നോക്കൂ, നമുക്ക് ചോദ്യത്തിൽ ഒരിക്കൽ കൂടെ വരാം. 5:0.25 ഇൻറ്റു 125:0.25. ഇവിടെ 125നെ നമുക്ക് 5 ക്യൂബ് എന്ന് പറയാം. 5 ക്യൂബ് ഇൻറ്റു 0.25 5:75. അപ്പം ന്യൂമറേറ്ററിൽ 0.25ഉം 0.75ഉം കൂടെ ചേരുമ്പോൾ അത് 1 ആവും. 5:1 = 5. ഡിനോമിനേറ്റർ സെപ്പറേറ്റ്. 256:1.0 15ഉം കൂടെ ചേരുമ്പോൾ 256:0.25. 0.25 1/4 എന്ന് പറയാം. 1/4ൻ്റെ റിവേഴ്സ് ഫോം എന്താണ്? 4th റൂട്ട് ഓഫ് 256. 256നെ ഫാക്ടേഴ്സ് ആക്കുക, 4 ഘടകങ്ങളിൽ 1 എടുക്കുക. 4 4കളുടെ ചേരുമ്പോഴാണ് 256. ഉത്തരം 1. ആൻസർ 5/4 ആണ്. അപ്പോൾ ഇത് എക്സ്പോണന്റ് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇത് സിമ്പിളാണ്. ആ ബേസിക് റൂൾ മാത്രം പഠിച്ചാൽ മതി. a⁻m ഇൻറ്റു b⁻m, a⁻m ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന വളരെ ബേസായ കാര്യങ്ങളാണ്. കൃത്യമായത് പഠിച്ചോളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് ആർ ഇൻ 5:10 ഇൻറ്റു 7:5 ഇൻറ്റു 10⁻3? അപ്പോൾ എന്താണ് ഈ പ്രൈം ഫാക്ടർ? 5:10 എത്ര പ്രൈം ഫാക്ടർ ഉണ്ട്? 10. ഇവിടുത്തെ ബേസ് വീണ്ടും ചെറുതാക്കാൻ പറ്റരുത്. ഓക്കെ, ചെറുതാക്കാൻ പറ്റിയില്ലെങ്കിൽ പവറിലുള്ളതാണ് പ്രൈം ഫാക്ടർ. ഇൻറ്റു 7⁻5. 7⁻5ന് എത്ര പ്രൈം ഫാക്ടർ ഉണ്ട്? 5. അപ്പോൾ രണ്ടിനും കൂടെ ചേർന്ന് എത്രയുണ്ട്? 10ഉം 5ഉം 15. അടുത്തതോ 10⁻3. 10⁻3ൻ്റെ പ്രൈം ഫാക്ടർ എത്ര? 10. വീണ്ടും ചെറുതാവും അല്ലേ? 10നെ നമുക്ക് എന്താക്കി മാറ്റാം? അത് 2 × 5 ആക്കി മാറ്റാം. ശരിയല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് പറയാം 2⁻3 ഇൻറ്റു 5⁻3. ഇനി ഇവിടുത്തെ ബാക്കിയൂടെ എഴുതിയാൽ 5:10 ഇൻറ്റു 7⁻5 ഇൻറ്റു 10നെ എങ്ങനെ പറഞ്ഞു?
2⁻³ ഇൻറ്റു 5⁻3. ഇപ്പോൾ പ്രൈം ഫാക്ടർ കാണണമെങ്കിൽ പവർ അങ്ങ് പ്ലസ് ചെയ്താൽ മതി. 10 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 3, 10 5 15, 15 6 21. സോ ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് ആർ ദെയർ? ഇവിടുത്തെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ എണ്ണം എത്ര? 21 പ്രൈം ഫാക്ടർ ഉണ്ട്. ആദ്യത്തേതിൽ 10, രണ്ടാമത്തേതിൽ 10. ഇവിടെ ഈ 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാൻ സാധിക്കും പ്രൈം ഫാക്ടർ. ഇപ്പോൾ 2 വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല, 5 വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല, രണ്ടിടത്ത് ഈ 3 ഉണ്ടാകും. സോ ഹിയർ ദ നമ്പർ ഓഫ് പ്രൈം ഫാക്ടർ ഈക്വൽ ടു 21. ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം ഫാക്ടർ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 21 എണ്ണം ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ആ ചോദ്യത്തിലേക്ക് വരാം. √6 ഈക്വൽ ടു 2 പോയിന്റ് എന്നാണ്. 2.450. അപ്പോൾ √6 എന്ന് പറയുന്നത് എത്ര കിട്ടും? 2.450. എങ്കിൽ √3/2 √3/2 എന്താണ്? അപ്പോൾ ഈ √6 എന്ന് പറയുന്നത് 2.450 എന്ന് തരണമെങ്കിൽ അത് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പം നമുക്കിതിനെ √6 ആക്കാം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √2 കൊണ്ട് അങ്ങ് ഗുണിക്കണം. √3/2 എന്ത് ചെയ്തു? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √2 കൊണ്ട് ഗുണിക്കുന്നു. അത് ഗുണിക്കുമ്പോഴുള്ള ഗുണം മുകളിൽ √6 ആവും, താഴെ √2 × √2 എന്ന് പറയുന്നത് എന്തായി മാറും? അത് നമ്പറായി മാറും. അപ്പോൾ √3 × √2 എന്ന് പറഞ്ഞാൽ √6 ബൈ √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആവും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? √6/2 ആയി മാറും. വ്യക്തമല്ലേ? √3/2 ഡൗട്ട് ഉണ്ടാവരുത്, അത് √3/√2ന്റെ കോമൺ ആണ്. ശരിയല്ലേ? സെപ്പറേറ്റ് ഇത് പറയാം. സെപ്പറേറ്റ് എങ്ങനെ പറയാം? സെപ്പറേറ്റ് നമുക്ക് √3/√2 എന്ന് പറയാം. അപ്പോൾ √3 × √2 √6 ആണ്. √2 × √2 2 ആണ്. √a × √a അല്ലേ? ഇനി √6ന്റെ വില നമുക്കറിയാം 2.450/2. അപ്പോൾ ഇതിൻ്റെ പകുതി 2450ന്റെ പകുതി 1225. 3 ഡെസിമൽ മാറ്റുമ്പോൾ 1.225 ഈസ് ദ ആൻസർ. ഇവിടുത്തെ ആൻസർ 1.225. ക്ലിയർ ആണ്? നമ്മൾ എന്താ ചെയ്തേ? മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ √6 ആയി, താഴെ √2 × √2 എന്ന് പറയുന്ന 2 ആയി. √6/2 എന്ന് പറയുന്നത് ആൻസർ 2.450/2 1.225. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. √23 പ്ലസ് √3 ബൈ √27 മൈനസ് √3 സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ √27 നമുക്കതിനെ വീണ്ടും ചെറുതാക്കാം. റൂട്ടും ചെറുതാക്കുമ്പോൾ നമുക്ക് ഒരു നമ്പറെങ്കിലും പുറത്തെടുക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് റൂട്ട് ഇൻ്റെ ഒരു പർട്ടിക്കുലർ നമ്പർ ആക്കാൻ പറ്റിയാലേ അത് ചെറുതാക്കിയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ 27 നമുക്ക് 9 × 3 എന്ന് പറഞ്ഞൂടെ? പ്ലസ് √3 ബൈ 27 വീണ്ടും 9 × 3 മൈനസ് √3. ഈ ഇതിൽ √9/3 9ന്റെ റൂട്ട് എത്ര? 3. ബാക്കി 3√3 പ്ലസ് √3 ബൈ താഴെ അതുപോലെ 3√3 മൈനസ് √3. നോക്കൂ, 3√3യോടൊപ്പം ഒരു √3 കൂടെ പ്ലസ് ചെയ്താൽ 4√3 ആയി. 3√3യിൽ നിന്നും ഒരു √3 മൈനസ് ചെയ്താൽ അത് 2√3 ആയി. ശരിയല്ലേ? അപ്പോൾ ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹിയർ ദ ആൻസർ ഈസ് 2. ഓക്കെ ആണ്. അപ്പോൾ √27 പ്ലസ് √3. √27 നമ്മൾ എന്ത് പറഞ്ഞു? √9 × 3. √9 × 3 ആരായി? 3√3. അതിനോട് ഒരു √3 കൂടെ പ്ലസ് ചെയ്തപ്പോൾ 4√3. അടുത്ത √3 ഏതിൽ നിന്ന്? 3√3യിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ 2√3, മിനിമൈസ് ചെയ്തപ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. √125 മൈനസ് √75 ബൈ √45 മൈനസ് √27. അപ്പോൾ ചോദ്യം ക്ലിയർ ആണ്. √125 മൈനസ് √75 ബൈ √45 മൈനസ് √27. ഈ √125 എന്ന് പറഞ്ഞാൽ √25 × 5 മൈനസ് √25 × 3 75. കറക്റ്റ് അല്ലേ? ബൈ 45 എന്ന് പറഞ്ഞാൽ √9 × 5 മൈനസ് 27 എന്ന് പറഞ്ഞാൽ √9 × 3. ഇനി നമുക്ക് √25 × 5 എന്ത് പറയാം? 5√5 മൈനസ് 5√3 ബൈ 9 എന്ന് പറഞ്ഞാലോ 3√5 മൈനസ് 3
√3. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. 5√5 മൈനസ് 5√3 ബൈ 3√5 മൈനസ് 3√3. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് 5 പുറത്തേക്ക് എടുത്താൽ, ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ന്യൂമറേറ്ററിൽ നിന്ന് 5 പുറത്തേക്ക് എടുത്താൽ 5 ഇൻറ്റു √5 മൈനസ് √3, √5 മൈനസ് √3 ബൈ താഴെ കോമൺ ആയിട്ട് എടുക്കാൻ ആരുണ്ട്? 3 ഉണ്ട്. 3 ഇൻറ്റു √5 മൈനസ് √3. ക്ലിയർ അല്ലേ? മുകളിലും താഴെ ഇപ്പൊ കോമൺ ആയിട്ട് √5 √3 ഇല്ലേ? സോ ക്യാൻസൽ ആയി പോയി. ബാക്കി ആൻസർ 5/3. അപ്പാണല്ലോ. അപ്പൊ നോക്കൂ, √125 മൈനസ് √75. 125നെ നമ്മൾ 5√5 എന്ന് എഴുതി, 75നെ 5√3 എന്ന് എഴുതി. താഴെ 45നെ 3√5 എന്നും 27നെ 3√3 എന്നും എഴുതി. ഇവിടെ കോമൺ ആയി ന്യൂമറേറ്ററിൽ നിന്ന് 5 പുറത്തേക്ക് എടുത്തപ്പോൾ 5 ഇൻറ്റു √5 മൈനസ് √3, താഴെയാണെങ്കിൽ 3 ഇൻറ്റു √5 മൈനസ് √3 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 5/3 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2700 chocolates were distributed among the students of a class. If each student got 3 times as many chocolates as the number of students in the class, find the number of students in the class. 2700 ചോക്ലേറ്റ് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അതിൻ്റെ 3 ഇരട്ടി ചോക്ലേറ്റ് ഓരോ കുട്ടികൾക്ക് കിട്ടി എങ്കിൽ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എത്ര? നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. 2700 ചോക്ലേറ്റ് ഉണ്ട്. അതൊരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈക്വൽ ആയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? പക്ഷേ ഇവിടെ എന്താണ് സംഭവം? ഇഫ് ഈച്ച് സ്റ്റുഡൻറ് ഗോട്ട് 3 times as the chocolate as the number of students in the class. ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അത്. അപ്പം നമുക്ക് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം x എന്നെടുക്കാം. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം x എന്നെടുക്കാം. ഇവർക്ക് എന്ത് ചെയ്യുന്നു? എത്ര കുട്ടികളുണ്ടോ അതിൻ്റെ 3 ഇരട്ടി ചോക്ലേറ്റ് കിട്ടുന്നു. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ചോക്ലേറ്റ് എത്ര? 3x. ശരിയല്ലേ? അപ്പോൾ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? x. ഓരോരുത്തർ കിട്ടുന്ന ചോക്ലേറ്റ് എത്ര? 3x. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആകെ എത്ര ചോക്ലേറ്റ് ഉണ്ട്? 2700. അപ്പോൾ x ഇൻറ്റു 3x എന്ന് പറഞ്ഞാൽ 3x² എന്ന് പറയുന്നതാണ് 2700. ഓക്കെ, അപ്പോൾ നമുക്ക് x² എങ്ങനെ കാണാം? 2700/3, ആൻസർ 900. സോ x എങ്ങനെ കാണാം? √900, ഉത്തരം 30. ഓക്കെ ആണ്. അപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? ആ ക്ലാസ്സിൽ 30 കുട്ടികൾ ഉണ്ടായിരുന്നു. നോക്കൂ, 2700 ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഈ 2700 ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ക്ലാസ്സിലെ കുട്ടികൾക്ക്. എങ്ങനെ? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അതിൻ്റെ 3 ഇരട്ടി ചോക്ലേറ്റ് ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ എണ്ണം x എന്നെടുത്താൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന ചോക്ലേറ്റുകളുടെ എണ്ണം 3x ആണ്. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആകെ ചോക്ലേറ്റ്. സോ x ഇൻറ്റു 3x എന്ന് പറഞ്ഞാൽ 3x² എന്ന് പറഞ്ഞാൽ 2700 ചോക്ലേറ്റ്സ്. ഓക്കെ, അതിൽ x² നിന്ന് x കണ്ടെത്തി. 30 കുട്ടികളുണ്ട്. ഒരു കുട്ടിക്ക് എത്ര ചോക്ലേറ്റ് കിട്ടി കാണും? 90 ചോക്ലേറ്റ് കിട്ടി. സോ 90 ഇൻറ്റു 30, ആൻസർ 2700. ഓക്കെ.